എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 35, 36, 37 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. எபிரேயர் 10-ாம் அதிகாரம் 35, 36, 37 வசனங்களை அதற்கு ஆதாரமாக நாம் வாசிக்க கேட்போம். ஆகையால் மிகுந்த பலனுக்கு ஏதுவான உங்கள் தைரியத்தை விட்டு விடாதிருங்கள். நீங்கள் தேவனுடைய சித்தத்தின்படி செய்து வாக்குத்தத்தம் பண்ணப்பட்டதை பெறும்படிக்கு பொறுமை உங்களுக்கு வேண்டியதா இருக்கிறது. வருகிறவர் இன்னுം கொஞ்ச കാലത്തിൽ വരുവാർ, താമസം പണ്ണാർ. അവിടെ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഇനിയും എത്രയും അല്പം കാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. அங்கே எபிரேய நிருபக்காரன் எழுதுகிறான், வருகிறவர் சீக்கிரமாய் வருவார், அவர் தாமதம் பண்ணார். கொஞ்ச காலத்தில் வருவார், தாமதம் பண்ணார். എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. എബ്രായ നിരുപം എന്ന നോക്കത്തിற்காக എഴുതപ്പെട്ടത് என்பது നമുക്ക് தெரியும். ഈ വിശ്വാസികൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് ചില നാളുകൾ, ചില വർഷങ്ങൾ മുൻപോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ இந்த எபிரேய விசுவாசிகள் கிறிஸ்துவை ஏற்றுக்கொண்ட பின்பு சில காலங்கள் கழிந்த பின்பு ഇവരുടെ മനസ്സ് പതുക്കെ തണുക്കുവാൻ തുടങ്ങി. ഇവരുടെ ഹൃദയം ക്രിസ്തുവിൽ കുളിര ആരംഭിച്ചു വിട്ടത്. അവരുടെ ആ പഴയ പ്രത്യാശയും ആ ആവേശവും ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. പഴയ എതിർപാർപ്പും പഴയ ആവിക്കുറിയ നിലമകളും എല്ലാം ഇഴന്നു പോകാൻ ആരംഭിച്ചാர்கள். അത് മനസ്സിലാക്കിയ ലേഖനകർത്താവ് ഇവർക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരോട് പറഞ്ഞ് ഇവർക്ക് ഇത് എഴുതുന്ന ലേഖനമാണ് ഈ എബ്രായ ലേഖനം. ஆகவே ரெண்டு முக்கியமான காரியங்களை அவர்களுக்கு எச்சரிக்கையாக எழுதின நிருபம் தான் எபிரேய நிருபம். ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് എബ്രായ ലേഖനകർത്താവ് ഇവർക്ക് എഴുതി കൊടുക്കുകയാണ്. முதலாவது கிறிஸ்து எப்படி எல்லாவற்றை விட மேலானவர் என்பதை நோக்கமாய் கொண்டு எழுதுகிறார். പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, தீர்க்கதரிசிகளை பார்க்கலும் மேலானவர், ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, தூதர்களை பார்க்கலும் மேலானவர், മോശയെക്കാൾ ശ്രേഷ്ഠൻ, மோசேயை பார்க்கலும் மேலானவர், പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ஆசாரியனை பார்க்கலும் மேலானவர், മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, மெல்கிசேதேக்கை பார்க்கலும் மேலானவர், എല്ലാ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, എല്ലാ பலிமுறைகளை காட்டிலும் விசேஷமானவர், ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. தேவாலயத்தை பார்க்கலும் மேன்மையானவர் என்று சொல்லி இயேசு கிறிஸ்துவினுடைய വിശേഷ തന്മയെ குறிப்பாக எழுதுகிறார். രണ്ടാമത് താൻ അതിനകത്ത് എഴുതുന്ന പ്രധാനപ്പെട്ട വിഷയം, രണ്ടാമത് അതற்குள்ள എഴുതപ്പെടുகிற മുഖ്യமான വിഷയം, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന വിശ്വാസ ത്യാഗത്തിനെതിരെയുള്ള മുന്നറിയിപ്പാണ് രണ്ടാമത്തേത്. വിശ്വാസത്തിൽ ഇருந்து വഴിവിലകി പോകുമ്പോൾ അതിനാലെ വരപ്പോகிற പിൻ വിളവുകളെ കുറിച്ച മുന്നറിയിപ്പ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ 10-ാം അധ്യായത്തിലെ ഈ വേദഭാഗത്തോട് ഉള്ള ബന്ധത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. அந்த குறிப்போடு கூட சேர்ந்துதான் இங்கே வாசித்த வேத வசனத்தின் அடிப்படையில் நாம் தியானிக்க போகிறோம். ഇതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വരെ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണ് പറയുവാൻ സമയമെടുക്കുന്നത്. ഇതിലെ 1-ാം அதிகாரம் 1-ാം വസനം മുതൽ 10-ാം அதிகாரம் 18-ാം വസനം വരയ്ക്കും യേശു ക്രിസ്തു എല്ലാവற்றை பார்க்கலும் சிறந்தவர் என்பதை காட்டுவதற்காக எழுதப்படுகிறது. അതിന്റെ ഇടയിൽ മറ്റു ചില വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്കിലും പ്രധാനമായിട്ട് ആ വിഷയമാണ് അവിടെ പറയുന്നത്. ഇടയിടയെ മറ്റു പല കാര്യങ്ങളെ അവർ എഴുതിനാലും മുഖ്യமாக യേശു എല്ലാവற்றை விட மேலானவர் என்பதை எழுதுகிறார். 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ 13-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, അതിന്റെ അവസാനത്തെ വാക്യം വരെയും വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. 10-ാം அதிகாரம் 19-ാം വസനം മുതൽ കടൈസി அதிகாரம் கடைசி வசனம் வரைக்குமுள்ள காரியங்களிலே விசுவாசத்தினுடைய மேன்மையும் விசுவாசத்தை எப்படி காத்துக்கொள்வது என்பதை குறித்தும் அவர் எழுதுகிறார். ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പല മുന്നറിയിപ്പുകൾ, പല വാർണിങ്സ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. இப்படி அவர் எழுதி கொண்டு போகும்போது பல எச்சரிப்புகளை அவர் எழுதுகிறார். അതിൽ ഒന്നാമത് കൊടുക്കുന്നത് അലസതയെക്കുറിച്ച് അല്ലെങ്കിൽ ഉപേക്ഷയെക്കുറിച്ച് 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. கிறிஸ்துவை விட்டு பின்வாங்கி போனால் என்ன സംഭവിക്കും என்று 2-ാം அதிகாரம் 4-ാം വസനത്തിൽ കുറിച്ച് എഴുതുகிறார். രണ്ടാമതായിട്ട് കൊടുക്കുന്ന മുന്നറിയിപ്പ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, അവിശ്വാസത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്.
அவ்விசுவாசம், விசுவாசத்தை விட்டு பின்வாங்கி போகும்போது என்ன நடக்கும் என்கிற எச்சரிப்பை கொடுக்கிறார். മൂന്നാമതായിട്ട് പക്വതയില്ലായ്മ, മെച്യൂരിറ്റി ഇല്ലാത്തതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ 6-20 വരെ അതാണ് പറയുന്നത്. விசுவாசத்திலே முதிர்ச்சியின்மை, அதனாலே வருகிற விளைவுகள் என்ன என்பதை குறித்து அடுத்து எழுதுகிறார். അത് കഴിഞ്ഞ് 4-മതായിട്ട് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതൽ 39-ാമത്തെ വാക്യം വരെ പറയുന്നത്. 10-ാം அதிகாரம் 26 வசனம் முதல் நாம் அங்கே சில வசனங்களை படிக்கும் பொழுது விசுவாசத்தை விட்டு பின்வாங்கி போனால் என்ன நடக்கும் என்பதை குறித்து எழுதுகிறார். അതിനകത്താണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്ന വേദഭാഗം വരുന്നത്. அதற்குள்ளேதான் இன்றைக்கு நாம் சிந்திக்க போற வேத வசனம் வருகிறது. 5-മതായിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് ദൈവത്തെ തിരസ്കരിക്കുക, ദൈവത്തെ തള്ളിപ്പറയുക എന്നതിന്റെ എതിരെയുള്ള അതിനുള്ള മുന്നറിയിപ്പാണ് 12-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. கர்த்தரை விட்டு பின்வாங்கி அவரை மறுதலித்தால் என்ன நடக்கும், என்ன சம்பவிக்கும், அதன் விளைவுகள் என்ன என்பதை குறித்து அடுத்த எச்சரிக்கையாக எழுதுகிறார். അങ്ങനെ ഇവരെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ലേഖനകർത്താവ് ചെയ്യുന്ന ഒരു വലിയ ശ്രമമാണ് എബ്രായ ലേഖനം. அப்படி பின்வாங்கி போகிற மக்களை மறுபடியும் விசுவாசத்திலே உறுதிப்படுத்தி அவளை நிலைநிறுத்துவதற்காக அவர் எடுக்கிற முயற்சி தான் இந்த எபிரேய நிருபம். അപ്പൊ ഈ ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് இப்படி விசேஷித்தவராகிய எல்லாவற்றை விட மேலானவராகிய இயேசுவை அவர்களுக்கு திருஷ்டாந்தப்படுத்தி காட்டிவிட்டு, നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറരുത്, കാരണം വരുവാനുള്ളവൻ എത്രയും വേഗത്തിൽ വരുമെന്ന് പറഞ്ഞവരെ ഓർപ്പിച്ച് താൻ അവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ പ്രധാന വിഷയം. நீங்கள் விசுவாசத்தை விட்டு பின்வாங்கி போக கூடாது, வரக்கூடியவர் வருகிறவர் சீக்கிரமாய் வருவார், அவர் தாமதம் பண்ணார், எனவே விசுவாசத்தில் உறுதியாயிருங்கள் என்று எச்சரிப்பு கொடுத்து எழுதுகிறார். ഇനി ഇവരെ ഈ വിശ്വാസത്തിൽ, ഈ ഒരു പ്രത്യാശയിൽ, യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയിൽ പിടിച്ചു നിർത്താൻ ഒരു 3-4 കൂട്ടം കാര്യങ്ങൾ താൻ ആ വേദഭാഗത്ത് പറയുന്നു. അത് നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ച് നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കും. இங்கே இயேசு கிறிஸ்துவின் வருகைக்காக எதிர்பார்ப்போடு இவர்கள் காத்திருக்க வேண்டும், விசுவாசத்திலே நிலைத்திருக்க வேண்டும் என்பதற்காக சில காரியங்களை அவர்களுக்காக ஒரு 3-4 காரியங்களை எழுதுகிறார். അவைകളെ നാം ഇன்றைக்கு ചിന്തിക്കാം. ഓക്കേ, അത് ഒന്നാമത് താൻ എന്താ പറയുന്നത് നോക്കാം. അത് ആ 10-ാം അധ്യായത്തിന്റെ 32-ഉം 33-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 10-ാം அதிகாரம் 33, 34 வசனங்களை நாம் வாசிக்கலாம். முந்தின நாட்களை நினைத்துக் கொள்ளுங்கள். நீங்கள் பிரகாசமாக்கப்பட்டிருந்த அந்த நாட்களில் உபத்திரவங்களாகிய மிகுந்த போராட்டத்தை சகித்தீர்களே. நிந்தைகளாலும் உபத்திரவங்களாலும் நீங்கள் வேடிக்கையாக்கப்பட்டதும் அல்லாமல் அப்படி നടത്തപ്പെട്ടവർക്ക് പങ്കാളികളും ആനീர்கள். ഓക്കേ, അപ്പം ഇവിടെ ലേഖനകർത്താവ് ഇവരോട് ആദ്യം കൊടുക്കുന്ന ഒരു ചിന്ത ഇതാണ്. ഓർത്തോണം, വരുവാനുള്ളവൻ വരും, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൽ ആദ്യം താൻ പറയുന്നത് നിങ്ങളുടെ പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുകയാണ്. நீங்கள் உங்கள் ஆரம்ப நாட்களை, விசுவாசத்தை ஆரம்பித்த பூர்வ நாட்களை, ஆரம்பித்த நாட்களை நினைத்துக் கொள்ளுங்கள் என்று எழுதுகிறார். ഈ പൂർവ്വകാലം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്നത് വായിക്കുമ്പോൾ ഓർക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള നാളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കും. பழைய நாட்கள் அல்லது பூர்வ நாட்கள் என்று நாம் சொல்லும் பொழுது திடீரென்று நம்முடைய சிந்தையிலே ரட்சிக்கப்படுவதற்கு முன்பு இருந்த பழைய நாட்களை நாம் நினைவு கூறுகிறோம். എന്നാൽ ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള നാളുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്ന ഈ പൂർവ്വകാലം എന്ന് പറയുന്നത്. ஆனால் இந்த இடத்திலே பூர்வ காலம், பழைய காலம் என்று எபிரேய நிருபக்காரன் எழுதுவது രക്ഷിക്കപ്പെട്ട കാലത്തിற்கு മുൻപുള്ള കാലത്തെ അല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ട ആദ്യ സമയങ്ങളിലെ ആദ്യ ദിനങ്ങളെ ഓർത്തുകൊള്ളുവീൻ എന്നാണ് താൻ പറയുന്നത്. രക്ഷിപ്പിൻ അനുഭവത്തെ പെற்றுകൊണ്ട அந்த നാட்கள், அந்த ആരംഭ നാட்களை தான் அங்கே குறிப்பிடுகிறார். അതിന്റെ തെളിവ് അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെയാണ് താൻ പറയുന്നത്, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ച ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്ന ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. நீங்கள் பிரகாசிக்கப்பட்டிருந்த அந்த நாட்களிலே எவ்வளவோ பிரதிகூலங்களையும் பிரச்சனைகளையும் வேதனைகளையும் அனுபவித்து சகித்து தாண்டி போனீர்கள், அந்த நாட்களை நினைத்துக் கொள்ளுங்கள். അപ്പം ആ
പൂർവ്വകാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറയുമ്പോൾ അതാണ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. நீங்கள் பிரகாசிக்கப்பட்ட அந்த நாட்கள் என்று சொல்லும் பொழுது அதுதான் ரட்சிப்பை பெற்றுக்கொண்ட அந்த ஆரம்ப நாட்கள். അപ്പം ആ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് താൻ അവിടെ പറയുന്നുണ്ട്. ഒരു 3 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. அப்ப அந்த நாட்களிலே, அந்த ஆரம்ப நாட்களிலே, பிரகாசிக்கப்பட்ட அந்த நாட்களிலே நீங்கள் எப்படி இருந்தீர்கள் என்று ஒரு 3 விஷயங்களை குறிப்பிடுகிறார். ഒന്ന്, നിങ്ങൾ നിന്ദകൾ സഹിച്ചു. முதலாவது, நீங்கள் நிந்திக்கப்பட்டீர்கள், அதை சகித்தீர்கள். 2, പീഡകൾ സഹിച്ചു. இரண்டாவது, கஷ்டமான கடினமான கஷ்டங்களை சகித்தீர்கள். 3, നിങ്ങൾ കൂത്തുകാഴ്ചയായി ഭവിച്ചു. நீங்கள் மற்றவர்களுக்கு வேடிக்கை பொருளாக மாறினீர்கள். അപ്പൊ ഈ 3 കാര്യങ്ങൾ അനുഭവിച്ചാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആദ്യ സമയങ്ങളിൽ നിങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്നത്. இந்த காரியங்களை சகித்துத்தான் രക്ഷിക്കപ്പെട്ട அந்த ஆரம்ப நாட்களிலே விசுவாசத்திற்காக நிலைத்து நின்றீர்கள். ഒരു പക്ഷെങ്കിൽ ഇന്ന് രാത്രി അതേ അനുഭവത്തിൽ കൂടെ പോയ ചിലരെങ്കിലും ഇവിടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. இந்த இரவு கூட அதே அனுபவத்திலே கடந்து போன சிலர் இந்த மைதானத்திலே உண்டு என்று நான் நம்புகிறேன். നമ്മൾ ഒരല്പം മുമ്പ് പ്രിയ യശോദര സഹോദരിയുടെ സാക്ഷ്യം നാം കേട്ടു. கொஞ்சம் நேரத்திற்கு முன்பதாக സിസ്റ്റർ യശോദ അവരുടെ സാക്ഷിയെ നാം കേട്ടു. അതുപോലെ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസന്മാരൊക്കെ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അതുപോലെ പല ദൈവദാസർ കഴിഞ്ഞ നാട്ടിൽ ഇങ്ങനെ സാക്ഷി சொன்னார்கள். അങ്ങനെയുള്ള ഒത്തിരി അനുഭവമുള്ള ദൈവമക്കൾ ഇവിടെയുണ്ട്. ഇവിടെപ്പെട്ട അനുഭവമുള്ള ധാരാളം ദൈവപിള്ളകൾ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളിൽ പലരും ഈ വിശ്വാസത്തിന് വേണ്ടി ആദ്യം ഇറങ്ങി വന്ന സമയങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച നിന്ദകൾ നിങ്ങളൊക്കെ പരിഹാസ വിഷയങ്ങളായി തീർന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് സഹിച്ചാണ് നിങ്ങൾ മുൻപോട്ട് വന്നത്. അപ്പോ രക്ഷിക്കപ്പെട്ട ആരംഭ നാட்களிலே இப்படிப்பட்ட കഷ്ടങ്ങളെയും വേദനകളെയും നിന്ദകളെയും സഹിത്താൻ ഉങ്ങളിൽ അനേകർ ഇங்கே വന്നിരിக்கிறீர்கள். നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളെ തള്ളിക്കാണും. ഉങ്ങളുടെ കുടുംബത്തിനർ ഉങ്ങളെ തള്ളിവിട്ടാர்கள். നിങ്ങളുടെ കൂട്ട് സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർ അയൽവാസികൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി കാണും. உங்களுக்கு தெரிந்த உங்களுடைய அயல் நாட்டுக்காரர்கள் எல்லாரும் உங்களை தனிமைப்படுத்தி இருப்பார்கள். അങ്ങനെ പലവിധമായ പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി വന്നത്. அப்படி பலவிதமான പ്രതികൂലങ്ങളുടെ നടുവേ தான் நீங்கள் വിശ്വാസത്തിற்குள்ளே கடந்து வந்தீர்கள். ഈ ജനവും അതുപോലെയുള്ള പല അനുഭവങ്ങളിൽ കൂടെ പോയി. இந்த എബ്രായരും கூட அப்படிப்பட்டதான അനുഭവங்களுக்குள்ளாய் கடந்து போனார்கள். ഇവർ അതിൽ കൂടെ പോയെന്ന് മാത്രമല്ല, ഇവர்கள் அந்த വഴിയായി கடந்து போனது മാത്രമല്ല, അവിടെ പറയുന്നത് അங்கே சொல்லப்படுகிறது അതുപോലെ സഹിച്ച മറ്റു പലർക്കും ഇവർ കൈത്താങ്ങലായി തീർന്നു എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ വേദനകളെ സഹിച്ച മറ്റു പലർക്കും ഇവர்கள் അനുകൂലமாக இருந்தார்கள் എന്ന് சொல்லப்படுகிறது. അപ്പം ഏകദേശം ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇതേ അനുഭവത്തിൽ കൂടെയാണ് അന്ന് കടന്നു പോയത്. கிட்டத்தட்ட അതുപോലെ இருந்த எல்லாருமே அந்த ஆரம்ப நாட்களில் രക്ഷിക്കപ്പെട്ട அனைவருமே இப்படிப்பட்ட சூழ்நிலைகளில் கடந்து போனார்கள் என்று தான் நான் புரிந்து கொள்ள வேண்டியிருக்கிறது. എനിക്കൊരു കാര്യം അത് വായിച്ചപ്പോൾ മനസ്സിലായത്, அதை வாசித்த போது நான் ஒரு காரியம் புரிந்து கொண்டேன். നിങ്ങളതോ ആ ദിവസങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്ന് ലേഖനകർത്താവ് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവരെവിടെയോ ആ ദിവസങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി എന്നാണ്. நீங்கள் பிரகாசிக்கப்பட்டிருந்த அந்த நாட்களை மறுபடியும் நினைத்துக் கொள்ளுங்கள் என்று அவர் சொல்லும் பொழுது இப்பொழுது அவர்கள் அந்த பழைய நாட்களை எங்கேயோ மறந்து விட்டார்கள் என்று അർത്ഥമാகிறது. കാരണം ലേഖനകർത്താവിന് അറിയാം വലിയ വില കൊടുത്ത് ഒത്തിരി കഷ്ടം സഹിച്ചാണ് ഇവർ ഈ വിശ്വാസത്തിൽ വന്നത്. എന്നിട്ട് ഇപ്പോൾ ഇവര് പിന്മാറി പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ് ഇവർക്ക് സംഭവിക്കുന്നതെന്നറിയാം. കാരണം இந்த நிருபக்காரனுக்கு நன்றாய் தெரியும், அவ்வளவு கஷ்டங்களை சகித்து விலைக்கிரயம் கொடுத்து அந்த விசுவாசத்தை காத்துக்கொண்ட இவர்கள் இப்பொழுது அதை விட்டு பின்வாங்கி போகும்போது எவ்வளவு பெரிய நஷ்டம் என்பதை அவன் சுட்டிக்காட்டுகிறான். അതുകൊണ്ട് അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാ, നിങ്ങൾ ആ ദിവസങ്ങളൊന്ന് ഓർക്കണം. ஆகவே அவர்களை தைரியப்படுத்துகிறார், நீங்கள் அந்த நாட்களை நினைத்துக் கொள்ள வேண்டும். അന്ന് നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നിന്നപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കളിയാക്കുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും കൂത്തുകാഴ്ചയാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾ എന്തു വന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടു മാറത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്ത തീരുമാനം നിങ്ങൾ ഓർക്കണം എന്ന് പറയുകയാണ്. அந்த ஆரம்ப நாட்களில் நீங்கள் விசுவாசத்திற்குள்ளே கடந்து போகும்போது என்ன பிரச்சனை வந்தாலும் நான் கிறிஸ்துவுக்குள்ளே நிலைநிற்பேன் என்று நீங்கள் எடுத்த தீர்மானத்தை இன்றைக்கு மறுபடியும் நினைத்துக் கொள்ளுங்கள். നിങ്ങൾ അന്ന് ആ തീരുമാനം എടുത്തത് എന്തിന്റെ വെളിച്ചത്തിലാണെന്ന് ചോദിച്ചാൽ എത്രയും വേഗത്തിൽ കർത്താവ് വരും, അതുകൊണ്ട് ഇതൊക്കെ സഹിച്ചാലും ഞങ്ങൾക്ക് അവിടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റും എന്നുള്ള ധൈര്യം കൊണ്ടാണ് നിങ്ങൾ അന്ന് പിടിച്ചു നിന്നത്. ஆண்டவர் இயேசு கிறிஸ்து வருகிறவர் இன்னும் சீக்கிரமாக எங்கள் காலத்திலே வந்து விடுவார், எனவே அவருக்காக எவ்வளவு கஷ்டத்தையும் சகிக்கலாம் என்று அன்றைக்கு கிறிஸ்துவுக்காக நீங்கள் சகித்தீர்கள். അതുകൊണ്ട് ഈ സമയമാകുമ്പോൾ, ഈ അവസാന
നിങ്ങളുടെ അവസാന സമയങ്ങളിൽ വന്നപ്പോൾ നിങ്ങൾ അത് വിട്ടുകളയരുത്. കാരണം അന്ന് നിങ്ങൾ സഹിച്ച കഷ്ടതകളെല്ലാം വെറുതെ പാഴായി പോകും ഇന്ന് നിങ്ങൾ വിട്ടുപോയാൽ. ஆகவே இந்த கடைசி நாட்களிலே கிறிஸ்துவின் வருகை நெருங்கி இருக்கும் இந்த காலகட்டத்திலே நீங்கள் வந்திருக்கும் போது அன்றைக்கு நீங்கள் அனுபவித்த அந்த கஷ்டங்களை எல்லாம் சகித்து நின்றீர்களே, அந்த விசுவாசத்தை இப்பொழுது விட்டு விடாதிருங்கள். வருகிறவர் இன்னும் கொஞ்ச காலத்திலே வந்து விடுவார் என்று சொல்லுகிறார். അന്ന് നിങ്ങൾക്ക് കർത്താവിനോടുണ്ടായിരുന്ന ആ സമർപ്പണം, നിങ്ങൾക്ക് കർത്താവിനോടുണ്ടായിരുന്ന ആ സ്നേഹം, നിങ്ങൾക്ക് കർത്താവുമായിട്ടുണ്ടായിരുന്ന ആ ഉടമ്പടി, അതൊന്നും മറന്നു പോകരുത് എന്ന് പറയുകയാണ്. அன்றைக்கு ஆண்டவரோடு கூட நீங்கள் செய்த உடன்படிக்கை, அன்று ஆண்டவரோடு கூட நீங்கள் காட்டின அன்பு, அந்த காரியங்களை இப்பொழுது நீங்கள் மறந்தே போக கூடாது என்று நினைப்பூட்டுகிறார். ഇത് കർത്താവിനും നല്ലവണ്ണം അറിയാം. ഈ അവസാന ദിവസങ്ങളാകുമ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് കർത്താവിന് അറിയാം. இந்த கடைசி நாட்கள் வரும் பொழுது சபையிலே விசுவாச துரோகம் வரும் என்பது ஆண்டவருக்கும் நன்றாய் தெரியும். മത്തായി സുവിശേഷം 24 അധ്യായം അതിന്റെ 12 13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. மத்தேயு சுவிசேஷம் 24 அதிகாரம் 12 13 வசனங்களை நாம் ஒன்று வாசிக்கலாம். അക്രമം മികുതിയാവതിനാൽ അനേകരുടെ അൻപ് തണിഞ്ഞു പോകും. ഒത്തിരി പേരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് കർത്താവ് പറയുകയാണ്. ആണ്ടവർ അനേകരുടെ അൻപ് തണിഞ്ഞു പോകും എന്ന് ചൊല്ലുகிறார். ഇത് എപ്പോഴത്തെ കാര്യമെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് യേശുക്രിസ്തു മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ പറയുകയാണ്. ஆண்டவராக இயேசு கிறிஸ்து வருகைக்கு முன்பதாக என்னவெல்லாம் சம்பவிக்கும் என்பதை குறித்து தான் மத்தேயு சுவிசேஷம் 24 அதிகாரம் முழுவதும் சொல்லுகிறார். കർത്താവ് പറയുക ഒത്തിരി പേരുടെ സ്നേഹം തണുത്തു പോകും, അനേവരുടെ അൻപും തണിഞ്ഞു പോകും. ഇനി വെളിപ്പാട് പുസ്തകം 2:4 കർത്താവ് ഒരു സഭയോട് ദൂത് പറയുമ്പോൾ പറയാ, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്. വെളിപ്പെടുത്തൽ 2 அதிகாரம் 4 வசனத்திலே அங்கே ஒரு சபையோடு கூட கர்த்தர் கொடுக்கிற செய்தியிலே நீ ஆதியில் கொண்டிருந்த அன்பை விட்டுவிட்டாய் என்று உன் பேர் என்ன குறைவுண்டு என்று சொல்கிறார். ഇന്നലെ രാത്രി നാം എടുത്ത കുറിവാക്യം ഗലാത്യ ലേഖനം 3:3 പറയുന്നുണ്ട്, ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ സമാപിപ്പിക്കുന്നു. நேற்றுக்கு நாம் எடுத்த வசனத்திலே கலாத்தியர் 3:3 ஆவியில் ஆரம்பித்து நீங்கள் மாம்சத்தில் முடிக்கிறது என்ன என்ற கேள்வியோடு நாம் முடித்தோம். അപ്പം ഇതെല്ലാം ഈ അന്ത്യനാളുകളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് തിരുവെഴുത്ത് നല്ല വ്യക്തമായി നമ്മളോട് പറയുകയാണ്. இவைகளெல்லாம் கிறிஸ்துவின் வருகை நெருங்கி இருக்கும் கடைசி நாட்களில் சபையில் சம்பவிக்கும் என்று வேத புத்தகத்தில் தெளிவாக எழுதப்பட்டிருக்கிறது. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, இந்த இரவு என்னை கேட்கிற தேவ பிள்ளைகளோடு நான் கேட்கிறேன், രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിനോടുള്ള സ്നേഹം ഇന്ന് കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടിയിട്ടുണ്ടോ എന്നൊന്ന് ശോധന ചെയ്യണം. രക്ഷിക്കപ്പെട്ട നാളിൽ നമുക്ക് ആണ്ടവരോട് കൂടെ ഇരുന്ന അൻപ് ഇன்றைக்கு குறைந்திருக்கிறதா இல்லை அதிகமாக இருக்கிறதா என்பது சோதித்து பார்க்க வேண்டும். രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിന് വേണ്ടി എന്തും ഏതുമായി തീരാമെന്നുള്ള സമർപ്പണം ഇന്ന് അതേ അളവിൽ ഉണ്ടോ അതോ ഇന്ന് കർത്താവ് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് തണുത്തു പോയോ എന്നൊന്ന് ശോധന ചെയ്യണം. രക്ഷിക്കപ്പെട്ട നാட்களில் எனக்கு ஆண்டவரோடு கூட இருந்த அதே அன்பு இன்றைக்கும் நிலைத்திருக்கிறதா, ஆண்டவருக்காக எதையும் சகிப்பேன் என்று எடுத்த தீர்மானங்கள் இன்றைக்கு நிலைத்திருக்கிறதா இல்லை குறைந்து போயிருக்கிறதா என்று நாம் சோதித்து பார்க்க வேண்டும். കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസനായ ഞാൻ ഇന്ന് രാത്രി ചിന്തിക്കേണ്ടതുണ്ട്, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ചെയ്ത ആ ആദ്യ സമർപ്പണം ഇന്ന് എനിക്കുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. ஆண்டவருடைய வேலையை செய்து கொண்டிருக்கிற கர்த்தருடைய ஊழியக்காரனாய் நானும் ஊழியத்திற்கு இறங்கி புறப்பட்ட அந்த ஆரம்ப காலங்களிலே இருந்த அந்த அர்ப்பணம் சமர்ப்பணம் இன்றைக்கு எனக்கு உண்டா என்று நான் சிந்திக்க வேண்டும். കാരണം ഇതൊക്കെ തണുത്തു പോകാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ഇതെല്ലാം കുറഞ്ഞു കുളിർന്നു പോകും കാലത്തിൽ നാം വാഴുகிறோம். അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ഇതാകണം, കർത്താവേ, ഞാൻ അങ്ങയെ അറിഞ്ഞ ആ ദിവസം, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഏൽപ്പിച്ച ദിവസം ഉണ്ടായിരുന്ന ആ സ്നേഹവും സമർപ്പണവും എന്നിലൊന്ന് മടക്കി തരണമേ എന്ന് നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കാം. அப்படியானால் இந்த இரவில் ஆண்டவரே, நாங்கள் ஓட்டத்தை ஆரம்பித்த காலத்தில் இருந்த அர்ப்பணமும் சமர்ப்பணமும் அன்பும் സ്നേഹവും இன்றைக்கு எங்களுக்கு அதிகரிக்க வேண்டும் என்று நாம் ஜெபிக்க வேண்டும். രണ്ടാമതായിട്ട് താൻ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയുന്ന ഒരു അടുത്ത കാര്യം അതിന്റെ 34 വാക്യത്തിലുണ്ട്. அதனுடைய 34 வசனத்திலே விசுவாசத்திலே உறுதிப்படுத்துவதற்கான இன்னொரு காரியத்தை எழுதுகிறார். வாசியுங்கள். நான் கட்டப்பட்டிருக்கையில் நீங்கள் என்னை குறித்து பரிதபித்தவும் அன்றி பரலோகத்தில் அதிக மேன்மையும் நிலையுள்ளதுமான சுதந்திரம் உங்களுக்கு உண்டென்று அறிந்து உங்கள் ആസ്തികളെ സന്തോഷമായി കൊള്ളയിട കൊടുത്തീர்கள். ഇവിടെ നിങ്ങളുടെ സമ്പത്തുകളുടെ അപഹാരം നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആ ആദ്യ സമയങ്ങളിൽ പൂർവ്വകാലത്ത് നിങ്ങൾ സഹിച്ചു. ஆரம்ப நாட்களில் உங்கள் ஆஸ்திகளை கூட சந்தோஷமாய் கொள்ளையிட கொடுத்தீர்கள்.
അപ്പം ഇവര് പീഡകളും നിന്ദകളും കൂത്തുകാഴ്ചയായി തീർന്നു എന്ന് മാത്രമല്ല, ഇവരുടെ ആദ്യ സമയങ്ങളിൽ ഇവർക്ക് സമ്പത്തുകളുടെ അപഹാരം സംഭവിച്ചു. കഷ്ടങ്ങളും ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മാത്രമല്ല ആരംഭ നാட்களிலே ഇവരുടെ സ്വത്തുക്കളെ കൂടെ ഇഴന്നു പോകും സൂழ்நிலைகள் വന്നത്. ഇവര് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് മറ്റുള്ളവർ ഇവരുടെ സ്വത്തുക്കൾ കടന്നെടുക്കുവാൻ തുടങ്ങി. ഇവர்கள் വിശ്വാസത്തിലെ കടന്നു വന്നപടിയാലേ ഇവരുടെ സ്വത്തുക്കളെ ആസ്തികളെ കൂടെ മറ്റവர்கள் അപഹരിക്കാൻ ആരംഭിத்தார்கள். ഒരു പക്ഷെങ്കിൽ അവരുടെ വീടിന്റെ അതിരുകൾ, വസ്തുവിന്റെ അതിരുകൾ മറ്റുള്ളവർ മാന്തി എടുക്കുവാൻ തുടങ്ങി. ഒരുവേളை അവരുടെ വീടുകളുடைய சொத்துக்களுடைய எல்லைகளை மாற்றி அபகரித்து மற்றவர்கள் எடுத்திருக்கலாம். ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഇവര് മിണ്ടാതെ ഇരുന്നു. ഇവയെല്ലാം നടക്കുമ്പോൾ ഇവർ പേസാமல் இருந்தார்கள். കാരണം ഇവരിപ്പോൾ ക്രിസ്തുവിൽ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്, വിശ്വാസികളാണ്. കാരണം ക്രിസ്തുവിൽ വിശ്വാസത്തിൽ നിലയ്ക്ക് നിൽക്കുന്നവர்கள் ഇവர்கள். ഇതിന്റെ പുറകെ വഴക്കുണ്ടാക്കാൻ പോകുന്നത് ശരിയല്ലെന്ന് ഇവർക്കറിയാവുന്നത് കൊണ്ട് അവരതെല്ലാം സഹിച്ചു, സന്തോഷത്തോടെ സഹിച്ചു. ഇവയെല്ലാം അവരുടെ வாழ்க்கையில் நடக்கும்போது இதற்கு பதிலாக கோர்ட்டிலே போய் வழக்குண்டாக்கினால் கிறிஸ்துவின் நாமம் தூஷிக்கப்படும் என்று அதற்காக அவர்கள் அதை சகித்தார்கள். എന്നെ അതിശയിപ്പിച്ച കാര്യം ഇതാണ്, ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുന്നത്? என்னை ஆச்சரியப்படுத்தின ஒரு காரியம் உண்டு. இப்படிப்பட்ட கடினமான சூழ்நிலைகள் போகும்போது எப்படி இவர்களால் சந்தோஷப்பட முடிந்தது? എനിക്ക് എന്റെ സമ്പത്ത്, എന്റെ കയ്യിൽ ഇരിക്കുന്ന നന്മ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നിശ്ചയമായിട്ടും എനിക്ക് സങ്കടമേ വരത്തുള്ളൂ. ഒരിക്കലും ഞാൻ സന്തോഷിക്കത്തില്ല അതിനകത്ത്. என்னுடைய கையில் இருக்கிறதான என்னுடைய சொத்து, என்னுடைய ஆசைகள் இப்படி நஷ்டப்படும் போது என்னாலே ஒரு நாளும் சந்தோஷப்பட முடியாது, மாறாக நான் துக்கப்படுவேன். എന്നാൽ ഇവര് സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട്, അത് അവിടെ ലേഖനകർത്താവ് പറയുന്നുണ്ട്. ஆனால் இவர்கள் சந்தோஷப்பட ஒரு காரணம் இருந்தது, அதை அந்த நிருபக்காரன் அங்கே எழுதுகிறான். അവിടെ ഇങ്ങനെയാ പറയുന്നത്, இப்படி அங்கே சொல்லுகிறான், തടവുകാരോട് കൂടെ നിങ്ങൾ സഹതാപം കാണിച്ചതല്ല, അത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. இவைகளெல்லாம் நடக்கும்போது பரலோகத்தில் உங்களுக்கு நிரந்தரமான சொத்தும் ஆஸ்தியும் இருக்கிறது என்பதை நினைத்து இவைகளை நீங்கள் സഹിத்தீர்களே. അപ്പോൾ ഇവർക്ക് സന്തോഷം വരാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇവർക്ക് இந்த சந்தோஷம் இதனிடவிலே வர காரணம் என்னவென்று கேட்டால், ഇവരുടെ അകത്തൊരു അറിവ് ഇവർക്ക് കിട്ടി. இவர்களுக்கு உள்ளே ஒரு ஞானம், ஒரு அறிவு ஏற்கனவே உண்டானது. ആ അറിവ് എന്താന്ന് ചോദിച്ചാൽ, அந்த அறிவு என்னவென்று கேட்டால், ഇവിടെയുള്ളത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും വിശ്വാസത്തിനു വേണ്ടി ഞങ്ങൾ അത് വിട്ടുകളയുമ്പോൾ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു സമ്പത്ത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള അറിവാണ് ഇവർക്ക് കിട്ടിയത്. எங்கள் விசுவாசத்திற்காக பூமியிலே நாங்கள் இந்த நஷ்டங்களை அனுபவித்தாலும் இதற்கு பதிலாக பரலோகத்தில் எங்களுக்கு மிகப்பெரிய ஆஸ்தியும் சொத்தும் உண்டாயிருக்கும் என்கிற விசுவாசம் அவர்களுக்கு இருந்தது. ആ അറിവാണ് ഇവർക്ക് ഈ നഷ്ടം സഹിക്കാനുള്ള ദൈവകൃപയും സന്തോഷവും ഇവർക്ക് കൊടുത്തത്. அந்த தெய்வீக வெளிப்பாடு அவர்களுக்கு இருந்தபடினாலே தான் இந்த நஷ்டத்திலும் கஷ்டத்திலும் அவர்கள் சந்தோஷப்பட முடிந்தது. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ എനിക്കറിയാം ഒരു വ്യത്യസ്തമായ ആത്മീക ഗോളത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. இன்றைக்கு நான் இதை பிரசங்கிக்கும் போது ஒரு காரியம் எனக்கு புரிந்து கொள்ள முடிகிறது. ஒரு வித்தியாசமான ஆவிக்குரிய மண்டலத்தில் இந்த காலத்திலே நாம் நிற்கிறோம். ഇന്ന് പലരും പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊന്നും നഷ്ടമാകാൻ പാടില്ല, മറിച്ച് നിങ്ങളുടെ സമ്പത്തുകൾ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. இன்றைக்கு உங்களுடைய ஆசைகள் ஒன்று நஷ்டப்படக்கூடாது, மாறாக மேலும் மேலும் ஆசைகள் உங்களுக்கு கூட வேண்டும் என்று பிரசங்கம் பண்ணப்படுகிற ஒரு காலகட்டத்தில் நாம் இருக்கிறோம். നഷ്ടം എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങളുടെ ആത്മീയതയുടെ കുറവാണെന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. உங்களுடைய வாழ்விலே ஏதாவது நஷ்டங்களும் கஷ்டங்களும் வந்தால் உங்களுடைய ஆவிக்குரிய ജീവിതത്തിൽ நீங்க குறைவா இருக்கிறதுனால தான் அப்படி வருகிறது என்று பிரசங்கம் பண்ணுகிறார்கள். എന്നാൽ ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾക്കൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട് എന്ന് മനസ്സിലായി. ஆனால் இந்த எபிரேய விசுவாசிகளுக்கு ஒரு காரியம் அவர்களுக்கு வெளிப்படுத்தப்பட்டது. பூமியிலே நாங்கள் இந்த சொத்துக்களை நஷ்டப்பட்டாலும் பரலோகத்தில் இதை பார்க்கலும் பெரிய சொத்து சம்பத்து எங்களுக்கு தேவன் சேர்த்து வைத்திருக்கிறார் என்கிற வெளிப்பாடு அவர்களுக்கு கிடைத்தது. സമൃദ്ധിയുടെ സുവിശേഷം ഇന്ന് ദൈവസഭയെ പലയിടങ്ങളിലും കാർന്നു പിടിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കുണ്ടായിരുന്നത്. செழுமையின் உபதேசம் சபைகளை இன்றைக்கு பற்றி பிடிக்கும் போது அதற்கு நேர்மாறான ஒரு உபதேசம் தான் எபிரேய நிருபக்காரன் இங்கே அந்த விசுவாசிகளுக்கு சொல்லுகிறார். അപ്പൊ ഇവരുടെ നഷ്ടങ്ങളെല്ലാം ഇവര് ലാഭമായിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടും എന്നുള്ള ചിന്ത
ഇവർക്കുണ്ടായി. அப்ப பரலோகத்திற்கு போகும்போது பூமியிலே நஷ்டமடைந்தவர்கள் எல்லாம் பல மடங்கு லாபமாக அங்கு கிடைக்கும் என்ற ஒரு வெளிப்பாடு அவர்களுக்கு கிடைத்தது. ഇന്ന് രാത്രി നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ഞാൻ ചില വാക്യങ്ങൾ കൂടെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരാം. உங்களை விசுவாசத்திலே தைரியப்படுத்துவதற்கு சில வசனங்களை கூட உங்களுக்கு முன்னே சொல்ல விரும்புகிறேன். വേഗത്തിൽ നമുക്കൊന്ന് വായിച്ചങ്ങ് പോകാം. சீக்கிரமாய் நாம் அதை வாசித்து கடந்து போகலாம். മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. மத்தேயு சுவிசேஷம் 6ஆம் அதிகாரம் 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 19 முதல் 21 வரைக்கும் உள்ள வசனங்கள். பூமியிலே உங்களுக்கு பொக்கிஷங்களை சேர்த்து வைக்க வேண்டாம். இங்கே பூச்சியும் துருவும் அவைகளை கெடுக்கும். இங்கே திருடரும் கண்ணமிட்டு திருடுவார்கள். பரலோகத்திலே உங்களுக்கு பொக்கிஷங்களை சேர்த்து வையுங்கள். அங்கே பூச்சியாவது துருவாவது கெடுக்கிறதும் இல்லை. அங்கே திருடர் கண்ணமிட்டு திருடுகிறதும் இல்லை. உங்கள் பொக்கிஷம் எங்கே இருக்கிறதோ அங்கே உங்கள் இருதயம் இருக்கும். ആ വാക്ക് ശ്രദ്ധിച്ചോ. உங்கள் பொக்கிஷம் எங்கே இருக்குதோ அங்கே உங்கள் ஹிருதயமும் இருக்கும் என்று சொல்லுகிறார் கர்த்தர். அங்கே நீங்கள் கவனிக்க வேண்டும். உங்கள் பொக்கிஷம் எங்கே இருக்கிறதோ அங்கே உங்கள் இருதயமும் இருக்கும் என்று சொல்லுகிறார். അപ്പം എൻ്റെ ഹൃദയം ഇരിക്കുന്നത് എൻ്റെ നിക്ഷേപമുള്ളിടത്താണ്. என்னுடைய எதிர்பார்ப்பு எங்கே இருக்கிறதோ அங்கேதான் என்னுடைய இருதயம் இருக்கும். അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിലെ ചിന്തകളിൽ കൊണ്ട് നിറയണമെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. உங்களுடைய சொத்துக்கள் உங்களுடைய எதிர்பார்ப்புகள் எல்லாம் பிரதிபலன் எல்லாம் பரலோகத்திலே இருக்கிறது என்கிற ஒரு எதிர்பார்ப்பும் நிச்சயமும் எப்போது நம்முடைய இருதயத்தில் இருக்க வேண்டும். അപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം. இந்த இரவிலே பரலோகத்தில் எதையாவது நாம் சம்பாதித்து வைத்திருக்கிறோமா என்பதை குறித்த அறிவின்றி உண்டாக வேண்டும். സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപം സമ്പാദിക്കാം എന്നുള്ള ഒരു 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു വിടാം ഞാൻ. பரலோகத்தில் சம்பத்து எப்படி நாம் சம்பாதித்து வைக்கலாம் என்கிற விஷயத்தை குறித்து 2-3 காரியங்களை சொல்லுகிறேன். ഒന്ന്, നിങ്ങൾ ചില ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. நீங்கள் முதலாவது சில ஆத்துமாக்களை கிறிஸ்துவண்டை பூமியிலே கொண்டு வந்தீர்களானால் அது பரலோகத்திலே நீங்கள் சேர்த்து வைக்கிற பொக்கிஷம். 2, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി സാമ്പത്തികമായോ നിങ്ങളുടെ നന്മകളോ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ വിതച്ചാൽ അത് നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. தேவனுடைய சுவிசேஷத்திற்காக பூமியிலே நீங்கள் சொத்துக்களையோ பணத்தையோ பொருளையோ செலவழிப்பீர்கள் என்றால் அது பரலோகத்திலே நீங்கள் சேர்த்து வைக்கிற பொக்கிஷம். 3, നിങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണുനീരും ദൈവത്തിന്റെ തുരുത്തിയിൽ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു നിക്ഷേപമാണ്. உங்களுடைய கண்ணீரும் உங்களுடைய ஜெபமும் அதிகமாய் பூமியிலே நீங்கள் செய்வீர்களானால் அது நீங்கள் பரலோகத்தில் சேர்த்து வைத்திருக்கிற ஒரு பொக்கிஷம். ഈ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാനൊന്ന് വ്യക്തമാക്കാം. இந்த ஜெபம் கண்ணீர் என்பவளை சொல்லும்போது ஒரு காரியத்தை நான் சொல்லுகிறேன். അവിടെ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനയും കണ്ണുനീരും എന്ന് പറയുന്നത് കൊച്ചിന് വീസ കിട്ടാനും എനിക്ക് നല്ല വലിയ വീട് കിട്ടാനും വലിയ വണ്ടി കിട്ടാനും എനിക്ക് കുറെ തോട്ടം വാങ്ങിക്കാനുമുള്ള പ്രാർത്ഥനയ്ക്കുള്ള കണ്ണുനീരിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. பூமியிலே கண்ணீர் என்று நாம் சொல்லும்போது பிள்ளைக்கு விசா கிடைக்கவும் நல்ல கல்வி கிடைக்கவும் திருமணமாகவும் மற்ற காரியங்களுக்காக நீங்கள் விடுகிற கண்ணீரை குறித்து அல்ல நான் இங்கு சொல்லுவது. നടുവേദനയും പല്ലുവേദനയും തലവേദനയും വയറുവേദനയും മാറാനുള്ള കണ്ണുനീരിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. തലവേദനയും പല്ലുവേദനയും കൺവേദനയും മാറുവதற்காக നിങ്ങൾ വിടുகிற കണ്ണീரை குறித்து சொல்லவில்லை. ഇവിടെ ഞാൻ പറയുന്ന പ്രാർത്ഥനയും കണ്ണുനീരും എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കണ്ണുനീരിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. இங்கே நான் சொல்லுகிற கண்ணீர் என்று சொல்வது அழிந்து போகிற ஆத்துமாக்களுக்காக நீங்கள் பூமியிலே சபையிலே தேவ சமூகத்தில் விடுகிற கண்ணீரை குறித்து சொல்லுகிறேன். നിങ്ങൾ കരഞ്ഞും കൊണ്ട് വിതച്ചാൽ ആർപ്പോട് നിങ്ങൾ കൊയ്യുന്ന ഒരു ദിവസം സ്വർഗ്ഗത്തിലുണ്ട്. കണ്ണീരോട് നിങ്ങൾ വിതയ്ത്താൽ ഗംഭീരത്തോട് അറുக்கிற ഒരു നാൾ പരലോകത്തിൽ നമുക്ക് വരുகிறது. അതുകൊണ്ട് 2026 കൺവെൻഷൻ കഴിഞ്ഞു പോകുന്ന എല്ലാ ദൈവമക്കളും ഒരു തീരുമാനം എടുക്കണം. ഞാൻ സ്വർഗരാജ്യത്തിൽ എന്തെങ്കിലും നിക്ഷേപിപ്പാൻ ചില ആത്മാക്കൾക്ക് വേണ്ടി കരയുകയോ അല്ലെങ്കിൽ ചിലരെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുവാനുള്ള ശ്രമം ചെയ്യുകയോ ചെയ്യും എന്ന തീരുമാനത്തോടെ വേണം ഇവിടെ നിന്ന് പോകുവാൻ. ஆகவே இங்கிருந்து நாம் கடந்து போவதற்கு முன்பதாக பரலோகத்தில் என் பொக்கிஷத்தை சேர்த்து வைக்கும்படிக்கு நான் சில ஆத்துமாக்களை கொண்டு வருவேன், அதற்காக கண்ணீர் விடுவேன் என்கிற தீர்மானத்தோடு நாம் இந்த இடத்தை விட்டு கடந்து போக வேண்டும். ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത ഒരു 2 ആത്മാക്കളെ നിങ്ങൾ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, இப்படி நீங்கள் கண்ணீர் விட்டு சில ஆத்துமாக்களை தேவராஜ்யத்திற்குள்ளே கொண்டு வந்தால் നിങ്ങൾ അപ്പോൾ സ്വർഗ്ഗത്തിൽ അപ്പോഴത്തേന് നിങ്ങളുടെ നിക്ഷേപമായി കഴിഞ്ഞു. നിങ്ങളുടെ അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയി. பரலோகத்திலே உங்களுடைய அக்கவுண்ட் அல்லது உங்களுடைய பொக்கிஷம் ஆரம்பமாகிவிட்டது. അപ്പം അവിടെ അക്കൗണ്ട് ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ചിന്ത എനിക്ക്
എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം, ചെന്നിട്ട് എനിക്കത് കാണണം, എന്താണെന്ന് കാണണം എന്നൊരു ചിന്ത വരും. அப்போ அந்த பொக்கிஷம் பரலோகத்திலே நாம் சேர்த்து வைக்க ஆரம்பித்த பிறகுதான் அந்த பொக்கிஷம் இருக்கிற இடத்திற்கு நான் சீக்கிரமாய் போய் அதை காண வேண்டும் என்கிற ஆசை நம்முடைய உள்ளத்திலே வரும். അപ്പൊ ഇത് ഇവിടെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്വർഗത്തിലുള്ളെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഉത്തമ സമ്പത്തുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സമ്പത്ത് എന്താണെന്നൊന്നും പറഞ്ഞില്ല. அங்கே பரலோகத்திலே நமக்கு சொத்து சம்பத்தை தேவன் சேர்த்து வைத்திருக்கிறார் என்று மட்டும் சொல்லி இருக்கிறதே ஒழிய அது என்ன பொக்கிஷம் என்ன காரியம் என்று சொல்லப்படவில்லை. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ കരയുകയും ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുകയും ചെയ്ത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വന്നോ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ എന്തെങ്കിലും സമ്പാദിച്ചാൽ എൻ്റെ ആഗ്രഹമെല്ലാം, എൻ്റെ ഹൃദയം ഇരിക്കുന്നത് മുഴുവൻ അവിടെ ചെന്ന് അത് കാണണം 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 എന്നുള്ളതാണ്. ஆகவே பூமியிலே நாம் கர்த்தருக்காக வேலையெல்லாம் செய்கிறோமோ அதற்கான பிரதிபலன் அன்று முதலே பரலோகத்திலே பொக்கிஷமாக சேர்த்து வைக்கப்படுகிறது. எனவே அன்று முதல் நம்முடைய இருதயம் முழுவதும் அதை போய் நான் என்று காண்பேன் என்ற ஆவல் பொங்கி எழுந்து கொண்டிருக்கும். പൗലോസ് പറയുന്ന ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. அப்போஸ்தலனாയ பவுல் சொல்லுகிற ஒரு வசனத்தை நான் கொண்டு வருகிறேன். ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ നിരുപം 3-ാം അധികാരം, അതിന്റെ 7-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും സമയത്തിന്റെ കുറവ് കൊണ്ട് ആ രണ്ട് വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. 7-ാം വசனம் 11-ാം വசனத்தை நாம் சீக்கிரமாய் வாசிக்கலாம். ஆகிலும் எனக்கு லாபமாய் இருந்தவைகள் எவைகளோ அவளை கிறிஸ்துவுக்காக நஷ்டம் என்று எண்ணினேன். 11-ாம் വാക്യം, அவருக்காக எல்லாவற்றையும் நஷ்டம் என்று விட்டேன், குப்பையுமாக எண்ணுகிறேன். അടുത്ത ഭാഗം, நான் அடைந்தாயிற்று அல்லது முற்றும் தேறினவனானேன் என்று எண்ணாமல் கிறிஸ்து இயேசுவினால் நான் எதற்காக பிடிக்கப்பட்டேனோ அதை நான் பிடித்து கொள்ளும்படி ആശയായി തുടരുകേൻ. അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട്, മലയാളത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവിടുത്തെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. എപ്പടിയായിനും நானும் அவரோடு கூட உயிரோடு எழுந்திருப்பதற்கு தகுதியாகும்படிக்கும் எல்லாவற்றையும் விட்டவைகளை குப்பையாக எண்ணுகிறேன். അപ്പൊ പൗലോസ് ഇതെല്ലാം ഛേദമെന്ന് എണ്ണി കഴിഞ്ഞിട്ട് താൻ പറയുകയാ, പൗൽ ഇവകളെ எல்லாவற்றையும் നഷ്ടം എന്ന് சொல்லி விட்டு சொல்லுகிறார். എനിക്കിപ്പോൾ ഒരു ആഗ്രഹമേ ഉള്ളൂ, எனக்கு இப்பொழுது ஒரே ஒரு ஆசை உண்டு, വല്ലവിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം. எப்படியாயினும் மரித்தோரிலிருந்து நானும் உயிரோடு எழுந்திருப்பதற்கு தகுதியாக வேண்டும். പൗലോസിന് നല്ലവണ്ണം അറിയാം ഈ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവിങ്കല. பவுலுக்கு நன்றாக தெரியும் மரித்தவர்கள் உயிரோடு அந்த முதலாம் உயிர்த்தெழுதல் எப்பொழுது நடக்கும் என்பது கர்த்தராகிய இயேசு கிறிஸ்துவினுடைய இரண்டாம் வருகையின் போது. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇവിടെ ഛേദമായിട്ട് ഈ എണ്ണിയതെല്ലാം ഇതിന്റെ പുറകിൽ ഇനിയും എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആ കർത്താവിന്റെ വരവിങ്കൽ എനിക്ക് കർത്താവിന്റെ കൂടെ ചേരണം എന്നുള്ള ലക്ഷ്യം. நான் நஷ்டம் என்று பூமியிலே விட்டவைகள் எல்லாம் எனக்கு பொக்கிஷமாக பரலோகத்தில் சேகரிக்கப்பட்டு வைக்கப்பட்டிருக்கிறது. எனவே அடைந்து கொள்வதற்கு கர்த்தராகிய இயேசு கிறிஸ்து எப்பொழுது வருவார் என்று அதை எதிர்பார்த்து காத்திருக்கிறேன் என்று சொல்லுகிறார். ഫിലിപ്പിയ ലേഖനം തന്നെ 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. பிலிப்பியர் 3-ாம் அதிகாரம் 20-21 வசனங்களை நாம் வாசிக்கலாம். நம்முடைய குடியிருப்பு பரலோகத்தில் இருக்கிறது, அங்கே இருந்து கர்த்தராகிய இருக்கிற இயேசு கிறிஸ்து என்னும் இரட்சகர் வர எதிர்பார்த்து கொண்டிருக்கிறோம். அவர் எல்லாவற்றையும் தமக்கு கீழ்ப்படுத்திக் கொள்ளத்தக்க தம்முடைய வல்லமையான செயலின்படியே நம்முடைய அற்பமான சரீரத்தை தம்முடைய மகிமையான சரீரத்திற்கு ஒப்பாக മറുരൂപപ്പെടുത്തുവാൻ. അപ്പൊ എന്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പൗലോസിന് മനസ്സിലായി. പൗൽ എൻ കുടിയിരിപ്പ് പരലോകത്തിൽ ഇരിക്കുന്നത് എന്ന് சொல்லுகிறார். അപ്പൊ പൗരത്വം അവിടെയാണെങ്കിൽ ഞാൻ ഒരു നാൾ ഈ ദേശം വിട്ട് അവിടെ പോകും. അപ്പൊ എന്റെ ലക്ഷ്യം മുഴുവൻ അവിടെ ചെന്ന് എന്റെ കർത്താവിനെ കാണണം എന്നുള്ളതാണ്. என்னுடைய குடியிருப்பு பரலோகத்தில் இருக்கிறபடினாலே நான் ஒரு நாள் இங்கிருந்து அங்கே கடந்து போவேன், அங்கு போய் என் கர்த்தராகிய இயேசுவை காண்பேன். ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? இன்று இரவு நான் உங்களை பார்த்து கேட்கிறேன், உங்கள் பொக்கிஷம் பரலோகத்தில் இருக்கிறது என்கிற உறுதிப்பாடு உண்டா? അതില്ലെങ്കിൽ ഇന്ന് രാത്രി ആ തീരുമാനം എടുത്തിട്ട് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടുന്ന് പോകാവൂ, ഞാൻ ദൈവരാജ്യത്തിൽ എന്തെങ്കിലും സ്വരൂപിക്കുവാൻ വേണ്ടി ഞാൻ ഇനിയും അധ്വാനിക്കും. அது இல்லை என்று சொன்னால் பூமியிலே இந்த கடைசி நாள் கடைசி கூட்டத்திலே பரலோகத்தில் எனக்கு பொக்கிஷத்தை உண்டாக்க எப்படியாகிலும் நான் முயற்சிப்பேன் என்கிற தீர்மானத்தோடு போக வேண்டும். പരലോകത്തിൽ പൊക്കിഷം ഇല്ലാത്തവർക്കാണ് യേശു ക്രിസ്തു വന്നില്ലേലും ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ് അവരിയ്ക്കുന്നത്. பரலோகத்தில் பொக்கிஷம் இல்லாமல் இருக்கிறவர்கள் தான் இயேசு வராவிட்டாலும் பரவாயில்லை என்று நிர்விசாரமாயிருப்பார்கள். വരുമ്പോ വരട്ടെ, വന്നില്ല കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ജീവിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരാ.
வந்தா வரட்டும், வராவிட்டாலும் பரவாயில்லை, நாங்கள் இங்கே வாழ்ந்து கொள்வோம் என்று சொல்லி இருக்கிறவர்கள் அப்படித்தான். പക്ഷേ അവിടെ നിക്ഷേപം ഉള്ളവര് പറയുന്നത് എത്രയും വേഗത്തിൽ കർത്താവ് വരണമേ വരണമേ, എനിക്ക് അതിനു വേണ്ടി ഒരുങ്ങണമേ എന്നുള്ള ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. ஆனால் அங்கே பொக்கிஷம் உள்ளவர்கள் தான் ஆண்டவராக இயேசுவே சீக்கிரம் வாரும் வாரும், நானும் உம்மை காண வேண்டும் என்கிற வாஞ்சை அவர்களுக்கு இருக்கும். ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്തേ. இந்த இரவு நம்மை ஒன்று ஆராய்ந்து பார்ப்போம். ഹൃദയം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ കർത്താവ് എത്രയും വേഗം വരണമെന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? இருதயபூர்வமாக கர்த்தர் சீக்கிரமாய் வர வேண்டும் என்கிற ஆவல் உங்களுக்கு இருக்கிறதா? ആ ചിന്ത നിങ്ങളുടെ അകത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സ്വർഗത്തിലൊന്നും നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളതാ. அந்த ஆசை உங்கள் உள்ளத்தில் பொங்கி எழாவிட்டால் நீங்கள் பரலோகத்தில் இன்னும் பொக்கிஷம் சேர்த்து வைக்கவில்லை என்ற அர்த்தம். നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ആയിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. உங்கள் பொக்கிஷம் இருக்கிற இடத்திலே உங்கள் இருதயமும் இருக்கும் என்று ஆண்டவர் இயேசு சொன்னார். എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. எபிரேயர் நிருபம் 12-ാം അധികാരത്തിற்கு നാം 10-ാം അധ്യായം 10-ാം അധികാരത്തിற்கு നാം திரும்பி வருவோம். അവിടെ ഇനിയും അടുത്തത് 3-ാമത്തെ കാര്യം 35-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 10:35. ஆகையால் மிகுந்த பலனுக்கு ஏதுவான உங்கள் தைரியத்தை விட்டுவிடாதிருங்கள். നിങ്ങൾക്ക് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം, വലിയ പ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ വിട്ടുകളയരുത്. மிகுந்த பலனுக்கு ஏதுவான உங்கள் தைரியத்தை விட்டுவிடாதிருங்கள். അപ്പൊ നോക്കണമേ, ഇവിടെ അടുത്ത കാര്യം ലേഖനകർത്താവ് ഇവരോട് പറയുക, എന്തുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ വരവിന്റെ കാര്യത്തിൽ മടുത്തു പോകരുതെന്ന് പറയുകയാണ്. இங்கே நிருபக்காரன் எதற்காக நீங்கள் கர்த்தருடைய வருகை குறித்து சோர்ந்து போக கூடாது என்று சொல்கிறான். താൻ പറയുകയാണ്, നിങ്ങൾക്കൊരു മഹാപ്രതിഫലമുണ്ട് എന്ന് പറയുകയാണ്. உங்களுக்கு ஒரு பெரிய பலன், பிரதிபலன் உண்டு என்பதை சுட்டிக்காட்டுகிறார். ഈ പ്രതിഫലം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? இந்த மகாபலன் പ്രതിഫലൻ എதற்காய் தெரியுமா? നിങ്ങൾ കാണിച്ച ആ വലിയ ധൈര്യത്തിന് വേണ്ടിയുള്ള പ്രതിഫലമാ. நீங்கள் കാട്ടിன அந்த பெரிய தைரியத்திற்காக வேண்டி இருக்கிறது. അതായത് നിങ്ങളുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ നിങ്ങൾ കാണിച്ച ആ ധൈര്യം, உங்களுடைய சொத்துக்கள் கொள்ளையிடப்பட்ட போது நீங்கள் விசுவாசத்தை விட்டு பின்வாங்காமல் காட்டின அந்த தைரியம், നിങ്ങളെ നിന്ദിച്ചപ്പോഴും പീഡിപ്പിച്ചപ്പോഴും നിങ്ങൾ കൂത്തുകാഴ്ചയായപ്പോഴും നിങ്ങളുടെ അകത്തുണ്ടായിരുന്ന ഒരു ധൈര്യം, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എല്ലാം സഹിച്ചു നിൽക്കും എന്ന് പറഞ്ഞ് കാണിച്ച ആ ധൈര്യം. எவ்வளவு கஷ்டங்களும் போராட்டங்கள் வழியாய் நீங்கள் கடந்து போகும் போதெல்லாம் கர்த்தருக்காக நான் இவைகளெல்லாம் சகித்து நிற்பேன் என்று அன்று நீங்கள் காட்டின அந்த தைரியம், ആ ധൈര്യത്തിന് ഒരു പ്രതിഫലമുണ്ട്. அந்த தைரியத்திற்கு ஒரு பிரதிபலன் உண்டு. രാത്രി വഴിയെ നടന്നു പോകുമ്പോൾ, இரவு நேரங்களில் வழியே நாம் நடந்து போகும் பொழுது, ഒരു പട്ടി നമ്മുടെ നേർക്ക് വരുമ്പോൾ, ஒரு நாய் நமക്കെതിരെ വന്നാൽ, ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് പട്ടിയെ ഓടിക്കുമ്പോൾ കാണിക്കുന്ന ധൈര്യത്തെ കുറിച്ചല്ല ഇവിടെ ഈ പറയുന്നത്. ஒரு கல்லெடுத்தெறிந்து அந்த நாயை துரத்துகிற தைரியத்தை அல்ல இங்கே காட்டுகிறார். ഇവിടെ പറയുന്ന ധൈര്യം, നിങ്ങൾ ഇതെല്ലാം സഹിച്ചപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുപോകത്തില്ല, ജീവൻ കൊടുക്കണമെങ്കിൽ ജീവൻ കൊടുക്കും എന്ന് പറഞ്ഞ് കാണിച്ച ആ ധൈര്യം. இதெல்லாம் சம்பவித்த பொழுதும் அன்றைக்கு நாங்கள் என்னுடைய ஜீவன் போனால் கூட இந்த விசுவாசத்தை விட்டுவிட மாட்டேன், கர்த்தரை மறுதலிக்க மாட்டேன் என்று காட்டினீர்களே, அந்த தைரியம். ഈ റോമൻ പടയാളികളുടെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ரோம படை வீரர்களுடைய ஒரு சரித்திரத்தை இப்படி நான் வாசித்திருக்கிறேன். ഒരു യൗവനക്കാരനായ ഒരു പടയാളി അവന്റെ വീട്ടിൽ നിന്ന് യുദ്ധത്തിന് പോകാൻ തുടങ്ങുമ്പോൾ, வாலிபனாகிய ஒரு ரோம படை வீரன் யுத்தத்திற்காக வீட்டிலிருந்து புறப்படும் பொழுது അവന്റെ അമ്മ അവനൊരു കവചം എടുത്തു കൊടുക്കും, ഷീൽഡ്. அவனுடைய தாயார் அவனுக்கு ஒரு கவசத்தை, மார்க்கவசத்தை கொடுப்பார். ഈ അമ്മ ഈ കവചം ഇവന്റെ കയ്യിൽ, ഈ പടയാളിയുടെ കയ്യിൽ, യൗവനക്കാരനായി പടയാളിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. தாயார் இந்த வாலிபனாகிய இந்த போர் வீரனுடைய கையிலே ஒரு கவசத்தை கொடுத்து அனுப்பும் பொழுது தாயார் சொல்லுகிற ஒரு காரியம் உண்டு. അവരിങ്ങനെയാ പറയുന്നത്, ഒന്നുകിൽ നീ ഇത് ധരിച്ചുകൊണ്ട് ജയാളിയായിട്ട് നീ തിരിച്ചു വരണം. இந்த கவசத்தை தரித்து கொண்டு போய் ஒன்றில் நீ ஜெயம் பெற்று வீரனாய் திரும்ப வர வேண்டும். അതല്ലെങ്കിൽ നിന്നെ ഈ കവചത്തിന്റെ മുകളിൽ കിടത്തിക്കൊണ്ട് അവർ നിന്നെ തിരിച്ചു കൊണ്ടുവരണം. இல்லையானால் இந்த மார்க்கவசத்தின் மேலே உன்னை
தோல்வி அடைந்தவனாக அல்லது மரித்தவனாக தூக்கி கொண்டு வர வேண்டும். തോൽവി മരിത്തവനാக തൂക്കി കൊണ്ടുവരുവൻ. തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, തായാർ சொன்னதனுடைய അർത്ഥം ഇതാണ്, നീ എന്തു വന്നാലും യുദ്ധക്കളത്തിൽ നിന്ന് പുറകോട്ട് പിന്മാറി പോകരുത്. என்ன நடந்தாலும் യുദ്ധക്കളത്തെ വിട്ട് നീ പുറം മുതുകിട്ട് ഓടക്കൂടാതെ. ഒന്നുകിൽ നീ ധൈര്യമായിട്ട് ഇത് ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് യുദ്ധം ജയിച്ച് ഇതിട്ടുകൊണ്ട് നീ തിരിച്ചു വരണം. ഒന്നിൽ இந்த കവസത്തെ ധരിച്ചുകൊണ്ട് യുദ്ധം பண்ணி ശത്രുവെ വീഴ്ത്തി ജയത്തോടെ തിരുമ്പ വര வேண்டும். അല്ലെങ്കിൽ നീ യുദ്ധം ചെയ്ത് മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്ത് നിന്നെ ശത്രു കൊന്നാലും നിന്റെ രാജ്യത്തിനു വേണ്ടി നീ യുദ്ധം ചെയ്തു കഴിയുമ്പോൾ ഈ കവചത്തിൽ നിന്നെ കിടത്തിക്കൊണ്ട് അവർ തിരിച്ചു കൊണ്ടുവരട്ടെ. இல்லையானால் ஒரு வீரனாக முழு தைரியத்தோடு யுத்தம் சத்துருக்களோடு யுத்தம் பண்ணி அந்த யுத்தத்தில் உன் தேசத்திற்காக நிற்கும் பொழுது அவர்கள் உன்னை கொன்று போட்டாலும் நீ அந்த ஒரு வீரனாக சத்துருவை எதிர்த்து நின்ற வீரன் என்கிற பெயரோடு നീ തിരുമ്പ കൊണ്ടു വര வேண்டும். എന്തായാലും നീ യുദ്ധക്കളത്തിൽ നിന്ന് പേടിച്ച് പിന്മാറി പോകരുത്. എന്നാലും യുദ്ധക്കളത്തിൽ ഇരുന്ന് നീ പിൻവാങ്ങി ഓടക്കൂടാതെ. ആ ആശയത്തിലാണ് ലേഖനകർത്താവ് ഇവിടെ ഈ മഹാപ്രതിഫലമുള്ള ധൈര്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. அந்த நோக்கத்தோடு கூட தான் எபிரேய நிருபக்காரன் இந்த வசனத்திலே விசுவாசத்தை குறித்து எழுதுகிறான். അപ്പം നീ എന്തെങ്കിലും ചെയ്താൽ അതിന് ഒരു വലിയ ധൈര്യം നീ കാണിച്ച് നീ ചെയ്യുന്നതിന് ഒരു പ്രതിഫലമുണ്ട്. നീ ഏതാവത് കർത്തർക്കാக ചെയ്താൽ அதற்காக உனக்கு ஒரு பிரதிபலன் உண்டு. അപ്പോൾ ഇവരോട് പറയുക, നിങ്ങളുടെ സമ്പത്ത് പോകാൻ നിങ്ങൾ കാണിച്ച ധൈര്യം, உங்களுடைய ஆஸ்திகள் கொள்ளையிடப்பட்ட போது நீங்கள் காட்டின தைரியம், ഈ നിന്ദകളും പീഡകളും ഒക്കെ സഹിക്കുവാൻ നിങ്ങൾ കാണിച്ച ധൈര്യം, നിന്ദകളും കഷ്ടങ്ങളും സഹിച്ച போது நீங்கள் காட்டின தைரியம், ഇതിനൊരു പ്രതിഫലം നിങ്ങൾക്കുണ്ട്. இதற்கொரு பிரதிபலன் உங்களுக்குண்டு. അതുകൊണ്ട് നിങ്ങൾ ഇത് തള്ളിക്കളയരുത്. ஆகவே நீங்கள் ஒரு நாளும் மறுதலிக்க கூடாது. ഇത് നിങ്ങൾ വിട്ടുകളയരുത് എന്ന് പറയുകയാണ്. இதை நீங்கள் விட்டுவிட கூடாது என்று சொல்லுகிறார். ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയരെ, இந்த இரவிலே நான் இப்படி சொல்லுகிறேன், നിങ്ങൾ എന്തെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ധൈര്യം കാണിക്കുവാൻ എന്തെങ്കിലും നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? தேவராஜ்யத்திற்காக ஏதாவது செய்ய வேண்டும் என்று உங்களுடைய வாழ்க்கையில் நீங்கள் எவைகளையாவது விட்டுவிட அல்லது இழந்திருக்கிறீர்களா? നിങ്ങളുടെ സമയം നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടോ? உங்களுடைய நேரத்தை கர்த்தருடைய ராஜ்யத்திற்காக இழந்திருக்கிறீர்களா? നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടോ? உங்களுடைய சொத்துக்களை தேவராஜ்யத்திற்காக விட்டு கொடுத்திருக்கிறீர்களா? നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? உங்கள் சரீர பலனை கர்த்தருடைய ராஜ்ய கட்டுமான பணிக்காய் கொடுக்க நீங்கள் ஆயத்தப்பட்டிருக்கிறீர்களா? നിങ്ങളുടെ സമയം നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? உங்கள் நேரத்தை தேவனுடைய രാജ്യത്തിற்காக செலவழிக்க நீங்கள் ധൈര്യം കാട്ടിയിരിக்கிறீர்களா? ഇതെന്തെങ്കിലും നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ നഷ്ടമാക്കുവാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മഹാപ്രതിഫലം സ്വർഗ്ഗത്തിലുണ്ട്. ഇവയെല്ലാവற்றிலும் நீங்கள் தேவனுடைய ராஜ்யத்திற்காக நஷ்டப்பட ஆயத்தமாயிருந்தீர்கள் என்றால் அதற்கான ஒரு மகா பிரதிபலன் பரலோகத்தில் நமக்குண்டு. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പ്രതിഫലം ഉയരത്തിൽ ഉണ്ടെന്ന് മനസ്സിൽ ബോധ്യമുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ചിന്ത മുഴുവൻ എനിക്ക് അവിടെ ചെന്ന് ആ പ്രതിഫലം പ്രാപിക്കണം എന്നുള്ളതാ. அந்த தைரியம் எப்போது നമ്മുടെ இருதயத்தில் இருக்குமானால் எப்பொழுது நான் போய் அந்த பொக்கிஷத்தை காண்பேன் என்கிற எதிர்பார்ப்பு எப்போது നമ്മുടെ இருதயத்தில் இருக்கும். അപ്പം ഈ ധൈര്യം നമ്മുടെ അകത്ത് കർത്താവിനെ കാണണം എന്നുള്ള പ്രത്യാശ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. இந்த தைரியம் தான் கர்த்தராகிய இயேசு கிறிஸ்துவை நான் சீக்கிரம் காண வேண்டும் என்கிற ஏவுதலையும் உந்துதலையும் அளித்துக் கொண்டே இருக்கும். അടുത്തത് 36ാമത്തെ വാക്യം. அடுத்தது 36ஆம் வசனத்தை வாசியுங்கள். நீங்கள் தேவனுடைய சித்தத்தின்படி செய்து வாக்குத்தத்தம் பண்ணப்பட்டதை பெறும்படிக்கு பொறுமை உங்களுக்கு வேண்டியதா இருக்கிறது. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. நீங்கள் വാഗ്ദത്തങ്ങളെ பெற்றுக்கொள்ளும்படி பொறுமை உங்களுக்கு அவசியமா இருக்கிறது. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് താൻ അവരെ ഓർപ്പിക്കുകയാണ്. பொறுமை உங்களுக்கு தேவையா இருக்கிறது என்று அங்கே எழுதுகிறார். അപ്പം അടുത്തതായിട്ട് നിങ്ങൾ ഈ വരുവാനുള്ളവൻ എത്രയും വേഗത്തിൽ വരുമെന്ന് അറിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. வரக்கூடியவர் இன்னும் சீக்கிரம் வருவார் என்கிற அறிவு ഉണ്ടാകും போது அதற்காக காத்திருக்கும் பொறுமை உங்களுக்கு தேவை. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം ഇതിന്റെ അകത്ത് നിങ്ങൾ ചെയ്യണം. தேவனுடைய சித்தம் இதற்குள்ளே நீங்கள் செய்ய வேண்டும். ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ, ഇവകളെ ചെയ്യും பொழுது നിങ്ങൾക്ക് ഈ സഹിഷ്ണുതയും ഉണ്ടായിരിക്കണം. ഞാൻ ചെയ്തിട്ട് കർത്താവ് വന്നില്ലല്ലോ, കർത്താവ് എനിക്ക് പ്രതിഫലം തന്നില്ലല്ലോ എന്നൊന്നും ചിന്തിച്ച് നിങ്ങൾ അസഹിഷ്ണുതയുള്ളവരായി തീരരുത്. நீங்கள் நான் இவைகளெல்லாம் செய்த பிறகும் பிரதிபலனை கொடுக்கும்படி இயேசு இன்னும் வரவில்லையே என்று நீங்கள் பொறுமை இழந்து போக கூடாது.
மாறாக பொறுமையை பாதுகாத்துக் கொள்ள வேண்டும். ആ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ, അതായത് വരുവാനുള്ളവൻ വരും എന്നെ ചേർത്തുകൊള്ളും എന്നുള്ള വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുത വേണം. அந்த வாக்குத்தத்தம் நம்முடைய வாழ்க்கையில நிறைவேற வேண்டும் என்றால் அதை பெற்றுக்கொள்ள பொறுமை நமக்கு அவசியம். ഈ സഹിഷ്ണുത ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ നമ്മുടെ വഴിക്ക് പോകുന്നത്. இந்த பொறுமை நம்முடைய வாழ்க்கையில இல்லாமல் இருக்கிறபடியினாலே தான் தேவனுடைய சித்தம் செய்யாமல் நம்முடைய வழியிலே நாம் போகிறோம். ഇന്ന് രാവിലെ നമ്മൾ അബ്രഹാമിന്റെ കാര്യം കണ്ടു. പകൽ വേളയിലെ നാം ആബ്രഹാമുடைய കാര്യത്തെ കുറിച്ച് ചിന്തിத்தோம். വാഗ്ദത്തം കിട്ടി, പക്ഷേ സഹിഷ്ണുത ഇല്ലാതെ പോയപ്പോൾ അവരുടെ വഴിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. வாக்குத்தத்தத்தை பெற்றுக்கொண்டான், அதை பெற்றுக்கொள்ளுகிறதுக்கான பொறுமை இல்லாதபடினாலே அவர்கள் சுய வழியிலே போய்விட்டார். അത് വലിയ വിപത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. அது ஒரு பெரிய ஆபத்திலே கொண்டு போய் விட்டது. വർഷങ്ങൾ പലത് 14,000 വർഷമായിട്ട് ഇന്നും അതിന്റെ പ്രതിസന്ധി മാറിയിട്ടില്ല. 4000 ആണ്ടുകൾ താണ്ടി വിട്ടാലും ഇன்றைக்கும் அதனுடைய வேதனைகளை அந்த மக்கள் அனுபவிக்கிறார்கள். അപ്പം ദൈവ ഇഷ്ടം ചെയ്യണമെങ്കിൽ സഹിഷ്ണുത ആവശ്യമാണ്. தேவனுடைய விருப்பத்தை நாம் நிறைவேற்ற வேண்டுமானால் அதற்கான பொறுமை நமக்கு அவசியம். അപ്പോൾ ഇവിടെ എന്തൊക്കെയാ സ്വർഗ്ഗത്തിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. പരലോകത്തിൽ എന്നവെല്ലാം இருக்கிறது എന്ന് നാം ഇங்கே பார்த்தோம். അവിടെ 34-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു നമുക്കൊരു ഉത്തമ സമ്പത്ത് സ്വർഗ്ഗത്തിലുണ്ട്. 14-ാം വചനത്തിലെ നമുക്കൊരു ഉത്തമ പൊക്കിഷം പരലോകത്തിൽ இருக்கிறது. 35-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു നമുക്കൊരു പ്രതിഫലം സ്വർഗ്ഗത്തിലുണ്ട്. 35-ാം വചനത്തിലെ നമുക്കൊരു പ്രതിഫലனை ആണ്ടവർ வைத்திருக்கிறார். 36-ാം വാക്യത്തിൽ നാം കണ്ടു നമുക്കൊരു വാഗ്ദത്തം ഇനിയും സ്വർഗ്ഗത്തിലേക്കുണ്ട്. 36-ാം വചനത്തിലെ നാം പഠിத்தோ നമുക്കൊരു വാഗ്ദത്തം പരലോകത്തിൽ இருக்கிறது. ആ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവ ഇഷ്ടം ചെയ്യണം. அந்த வாக்குத்தத்தத்தை பெற்றுக்கொள்ள வேண்டுமானால் தேவனுடைய சித்தம் செய்ய வேண்டும். എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? தேவனுடைய சித்தம் என்றால் என்ன? ഞാൻ രണ്ട് കാര്യം പൊതുവായിട്ട് നിങ്ങളോട് പറയാം. രണ്ട് കാര്യങ്ങൾ പൊതുവായി ഉങ്ങളോട് പകർന്നു കൊള്ളുகிறேன். 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ആദ്യം നമുക്കൊന്ന് വായിക്കാം. ദൈവ ഇഷ്ടം എന്താണെന്ന് കാണാം. 1 தெசலோனிக்கேயர் 4-ாம் அதிகாரம் 3-ாம் வசனம் தேவனுடைய சித்தம் என்னவென்பதை சொல்லுகிறது. வாசிக்கலாம். நீங்கள் பரிசுத்தம் உள்ளவர்களாக வேண்டும் என்பது தேவனுடைய சித்தமாக இருக்கிறது. നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളത് ദൈവ ഇഷ്ടമാണ്. நீங்கள் பரிசுத்தமுள்ளவர்களாக இருக்க வேண்டும் என்பதே தேவனுடைய சித்தமாக இருக்கிறது. ആ വാഗ്ദത്തമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാൻ വിശുദ്ധനായിരിക്കണം. வாக்குத்தத்தம் எனக்கு உண்டு, அதை நான் சுதந்தரித்துக் கொள்வேன் என்ற நம்பிக்கை எனக்கு இருந்தாலும் அதை பெற்றுக்கொள்வதற்கு நமக்கு பரிசுத்தம் மிக அவசியமாக இருக்கிறது. ആ വിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റത്തില്ല. பரிசுத்தம் இல்லாமல் ஒருவனும் கர்த்தரை தரிசிப்பதில்லை. ഞാൻ ഇവിടെ ദൈവരാജ്യത്തിനു വേണ്ടി എന്തെല്ലാം ചെലവാക്കിയാലും എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ദൈവത്തെ കാണത്തില്ല. நான் தேவனுக்காக என்னவெல்லாம் செய்தேன், என்னவெல்லாம் நஷ்டமடைந்தேன் என்று நாம் பூமியிலே சொன்னாலும் பரிசுத்தம் இல்லாவிட்டால் நாம் அவரை தரிசிக்க முடியாது. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ஆகவே நாம் பரிசுத்தமுள்ளவர்களாக இருக்க வேண்டும் என்பது தேவனுடைய சித்தமாக இருக்கிறது. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി രണ്ടാമത്തെ കാര്യം, അതേ ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 1 தெசலோனிக்கேயர் 5-ாம் அதிகாரம் அதனுடைய 18-வது வசனம். எல்லாவற்றினையும் ஸ்தோத்திரம் செய்யுங்கள், அப்படி செய்வதே கிறிஸ்து இயேசுவுக்குள் உங்களை குறித்து தேவனுடைய சித்தமா இருக்கிறது. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ സകലത്തിനും സ്തോത്രം ചെയ്യണം എന്നുള്ളതാ. நீங்கள் எல்லாவற்றிலும் ஸ்தோத்திரம் பண்ண வேண்டும் என்பது தேவனுடைய சித்தம். ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം തന്നില്ലെന്നിരിക്കാം. சில வேளை சில காரியங்களை தேவனிடத்திலே கேட்டால் அதை தராமல் இருப்பார். എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മറുപടി തന്നെന്ന് വരത്തില്ല. எல்லா ஜெபங்களுக்கும் நாம் விரும்புகிறது போல பதிலை அவர் தர மாட்டார். അത് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ദൈവത്തിന് സ്തോത്രം പറയാൻ നമുക്ക് പറ്റണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. அது கிடைத்தாலும் கிடைக்காவிட்டாலும் தேவனை ஸ்தோத்திரிக்க வேண்டும் என்பதுதான் தேவனுடைய சித்தம். അതുകൊണ്ട് നിങ്ങൾ ഏത് സാഹചര്യത്തിലും നന്മ ലഭിച്ചാലും നന്മ അല്ലെങ്കിലും നിങ്ങൾക്ക് വേദനയുള്ളതാണെങ്കിലും സുഖമുള്ളതാണെങ്കിലും സ്തോത്രം പറയാൻ തയ്യാറാകണം. ஆகவே நன்மையாயிருந்தாலும் தீமையாயிருந்தாலும் கிடைத்தாலும் கிடைக்காவிட்டாலும் நீங்கள் ஸ்தோத்திரம் பண்ண எப்போதும் ஆயத்தமாக இருக்க வேண்டும். അങ്ങനെ ഇവരെ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ ഓർപ്പിച്ചിട്ട് താൻ പറയുകയാണ്, இவ்வளவு காரியங்களையும் சொல்லி ஞாபகப்படுத்திவிட்டு அவர் பின்பு சொல்லுகிறார். 37-ാം വാക്യത്തിൽ പറയുകയാ, 37-ാം വചനത്തിலே சொல்லுகிறார், ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. வர வேண்டியவர் சீக்கிரமாய் வருவார், அவர் தாமதம் பண்ணார். അപ്പൊ ഇവരുടെ വാഗ്ദത്തം, ഇവരെ ഈ വരുവാനുള്ളവനെ വേണ്ടി ഒരുങ്ങാനുള്ള ഒരുക്കത്തിന്റെ ഒരു ഭാഗം താൻ അവരോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തി. தேவனுடைய வருகைக்காக
பட வேண்டியதனுடைய ஒரு பகுதியை அவர்களுக்கு அங்கே சொல்லுகிறார். എന്നാൽ ഇനിയുമാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം വരാൻ പോകുന്നത്. ஆனால் இன்னைக்கு மிக கொஞ்சம் கஷ்டமான காரியம் அடுத்து வர போகிறது. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് താൻ വരികയാണ്. இரண்டாவது பகுதிக்கு நேராக நான் கடந்து வருகிறேன். 38ാമത്തെ വാക്യം, 38ஆம் வசனம். விசுவாசத்தினாலே நீதிமான் பிழைப்பான், பின்வாங்கி போவானானால் அவன் மேல் என் ஆத்துமா பிரியமா இராது என்கிறார். അവിടെ പറയുകയാണ്, அங்கே சொல்லுகிறார், വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും, விசுவாசத்தினாலே நீதிமான் பிழைப்பான். അവൻ പിന്മാറിയാൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. அவன் பின்வாங்கி போவானானால் என் ஆத்துமாவின் மேல் பிரியமாயிராது. ആ വാക്യം പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. அது பழைய ஏற்பாட்டிலிருந்து எடுத்துதான் அந்த வார்த்தையை அவர் சொல்லுகிறார். ആ വാക്യം പലയിടത്ത്, 3 ഇടത്തായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. பழைய ஏற்பாட்டிலும் புதிய ஏற்பாட்டிலும் 3 இடத்தில் அந்த வார்த்தை வருகிறது. വായിക്കണ്ട, ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകാം. வாசிக்க வேண்டாம், நான் அதை சொல்லி கடந்து போகிறேன். ഹബക്കൂക്കിന്റെ പ്രവചനം 2ാം അധ്യായത്തിന്റെ 4ാം വാക്യവും, ஆமகூக் 2ஆம் அதிகாரம் 4ஆம் வசனமும், റോമാലേഖനം 1:17 ரோமர் நிருபம் 1:17 ഗലാത്യ ലേഖനം 3:11 கலாத்திய நிருபம் 3:11 ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം പറഞ്ഞിട്ടുണ്ട്. இந்த வசனத்தின் முதல் பகுதி சொல்லப்பட்டிருக்கிறது. ആദ്യ ഭാഗം ഇതാണ്, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആദ്യ ഭാഗം ഈ 3 വാക്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. இந்த 3 வசனங்களிலும் விசுவாசத்தினாலே நீதிமான் பிழைப்பான் என்ற வார்த்தை வருகிறது. എന്നാൽ അതിന്റെ കൂടെ ഈ എബ്രായ ലേഖനകർത്താവ് രണ്ടാമതൊരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. ஆனால் அதோடு கூட எபிரேய நிருபக்காரன் இன்னொரு காரியத்தை கூட்டி சொல்கிறான். വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുക, പിന്മാറിയാൽ. விசுவாசத்தினாலே நீதிமான் பிழைப்பான் சொல்லிவிட்டு பின்வாங்கி போவானானால், അപ്പം പിന്മാറാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ലേഖനകർത്താവ് ഇത് മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നത്. அப்பொழுது இவர்கள் பின்வாங்கி போவதற்கான சாத்தியம் இருக்கிறது என்பதை அறிந்துதான் அதை சொல்லுகிறான். എബ്രായ ലേഖനത്തിൽ പലയിടങ്ങളിൽ പിന്മാറ്റത്തിന് ഉള്ള മുന്നറിയിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. எபிரேய நிருபத்தில் பல இடங்களில் பின்வாங்கி போவதற்கான அறிகுறிகளை முன்னே அவர் சொல்லுவதுண்டு. വേഗത്തിൽ നമുക്ക് എബ്രായ ലേഖനത്തിലെ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. சீக்கிரமா எபிரேய நிருபத்திலே சில வசனங்களை வாசிக்கலாம். 2ാം അധ്യായത്തിന്റെ 1ാം വാക്യം, 2ஆம் அதிகாரத்தினுடைய 1ஆம் வசனம். ஆகையால் நாம் கேட்டவைகளை விட்டு விலகாதபடிக்கு அவைகளை மிகுந்த ஜாக்கிரதையாய் கவனிக்க வேண்டும். വളരെ ശ്രദ്ധയോടെ നാം കരുതണം എന്നവിടെ പറയുകയാണ്. மிகுந்த கவனமாய் இவளை கவனிக்க வேண்டும் என்று சொல்கிறார். എന്തുവാ ശ്രദ്ധിക്കേണ്ടത്? നാം കേട്ടതിൽ നിന്ന് നാം പിന്മാറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. நாம் கேட்டவைகளை விட்டு விலகி போகாதபடிக்கு நாம் அவளை கவனிக்க வேண்டும். അത് എന്നിട്ട് അതിന്റെ 4ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 2:4. 2:4 வாசியுங்கள். அடையாளங்களினாலும் அற்புதங்களினாலும் பலவிதமான பலத்த செய்கைகளினாலும் தம்முடைய சித்தத்தின்படி பகிர்ந்து கொடுத்த பரிசுத்தாவின் வரங்களினாலும் தேவன் தாமே சாட்சி கொடுத்ததுமா இருக்கிற இவ்வளவு பெரிதான ரட்சிப்பை குறித்து நாம் கவலையற்றிருப்போமானால் தண்டனைக்கு எப்படி தப்பித்துக் கொள்வோம்? അവിടെ പറയുന്നത് കേട്ടത് എന്തിനെ കുറിച്ച്, കേട്ടതിനെ കുറിച്ചാണെന്ന് അവിടെ പറയുക. ഇത്ര വലിയ രക്ഷ எதை குறித்து கேள்விப்பட்டீர்கள் என்று சொல்லுகிறான். இவ்வளவு பெரிதான ரட்சிப்பு, ഇത് നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾ ദണ്ഡന അനുഭവിക്കാതെ പോകത്തില്ലെന്നാ പറയുന്നത്. இவ்வளவு பெரிதான ரட்சிப்பை குறித்து கவலையற்றிருப்போமீர்களானால் தண்டனைக்கு எப்படி தப்பித்துக் கொள்வீர்கள்? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ കേട്ട നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുകയാണ്. நீங்கள் பெற்றுக்கொண்ட ரட்சிப்பிலிருந்து பின்வாரி போனால் அதற்கு உங்களுக்கு தண்டனை உண்டு என்று சொல்லுகிறார். ഇനി രണ്ടാമത്തെ പിന്മാറ്റം എവിടെയാ പറയുന്നു നോക്കാം. 3ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 3ஆம் அதிகாரம் 12, 13, 14 வசனங்கள். சகோதரனே, ஜீவனுள்ள தேவனை விட்டு விலகுவதற்கு ஏதுவான அவிசுவாசமுள்ள பொல்லாத இருதயம் உங்களில் ஒருவனுக்குள்ளும் இராதபடிக்கு நீங்கள் எச்சரிக்கையா இருங்கள். അപ്പം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടായിട്ട് നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന പിന്മാറ്റം. உங்களுக்கு அவிசுவாசமுள்ள துன்மார்க்க இருதயத்தினாலே நீங்கள் ஜீவனுள்ள தெய்வத்தை விட்டு விடுகிறீர்கள். അപ്പം ദൈവത്തെ തള്ളിക്കളയുന്ന നിലയിലുള്ള പിന്മാറ്റം, தேவனை விட்டு விலகுகிற பின்மாற்றம். അപ്പൊ ഒന്നാമത് രക്ഷയെ തള്ളിക്കളയുന്ന പിന്മാറ്റം, முதலாவது ரட்சிப்பை குறித்து கவலையிட்டிருக்கிற பின்மாற்றம், 2 ദൈവത്തെ തള്ളിക്കളയുന്ന പിന്മാറ്റം, இரண்டாவது தேவனை விட்டு விலகுகிற பின்மாற்றம். ഇനി മൂന്നാമത് 6ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 4ஆம் அதிகாரம் 6 முதல் 6ാം അധ്യായം അതിന്റെ 4 മുതൽ 6. 4ஆம் அதிகாரம் 6 முதல் 6 வரைக்கும் உள்ள வசனங்கள். ஏனெனில்
ஒரு தரம் பிரகாசிப்பிக்கப்பட்டும் பரம ருசி பார்த்தும் பரிசுத்த ஆவியை பெற்றும் தேவனுடைய நல் வார்த்தையையும் இனிவரும் உலகத்தின் பலன்களை ருசி பார்த்தும் மறுதலித்து போனவர்கள் தேவனுடைய குமாரனை தாங்களே மறுபடியும் சிலுவையில் அறைந்து அவமானப்படுத்துகிறபடியால் மனம் திரும்புவதற்கு ஏதுவாய் அவர்களை மறுபடியும் புதுப்பிக்கிறது கூடாத காரியம். അവിടെ ഒരു 4-5 കൂട്ടം കാര്യങ്ങളുടെ ആത്മീക അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാ. 4-5 വിധமான ആവിക്കുரிய അനുഭവങ്ങളെ കുറിച്ച് ചൊല്ലിവിട്ട് ചൊല്ലുகிறார். അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ, அப்படிப்பட்டவர்கள் பின்வாங்கி போனால் 2 കാര്യങ്ങൾ സംഭവിക്കും. 2 കാര്യങ്ങൾ നടക്കും. അവര് ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരും. ദേവകുമാരനെ മറുപടിയും സിലുവയിൽ അറയുവാர்கள். 2 അവർ ദൈവത്തിന് അപമാനം വരുത്തുന്നവരായി തീരും. 2 അവர்கள் தேவனை அவமானப்படுத்துகிறவர்களாய் மாறுவார்கள். അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നാ പറയുന്നത്. இப்படிப்பட்டவர்கள் பின்வாங்கி போனால் அவர்களை மறுபடியும் புதுப்பிக்கிறது கூடாத காரியம். അപ്പോൾ മൂന്നാമത്തെ കാര്യം, ആത്മീക അനുഭവങ്ങളുടെ ശ്രേഷ്ഠതകൾ പ്രാപിച്ചവർ പിന്മാറിയാൽ അവരെ മടക്കി കൊണ്ടുവരുവാൻ പ്രയാസമാണ്. மூன்றாவது, ஆவிக்குரிய விசேஷமான அனுபவங்களை பெற்றுக்கொண்ட தேவ பிள்ளைகள் பின்வாங்கி போனால் அவர்களை மறுபடியும் புதுப்பிக்கிறது கூடாத காரியம். ഇനി നമ്മൾ വായിക്കുന്ന 10-ാം അധ്യായത്തിലേക്ക് വരാം. ഇനി നാം വാസിக்கிற அந்த 10-ാം அதிகாரத்திற்கு நேராய் வரலாம். 26-27 വാക്യങ്ങൾ. 26-27 வசனங்கள். சத்தியத்தை அறியும் அறிவை அடைந்த பின்பு நாம் மனப்பூர்வமாய் பாவம் செய்கிறவர்களாய் இருந்தால் பாவங்களின் நிமித்தம் செலுத்தத்தக்க வேறொரு பலி இனி இராமல். നമ്മൾ മനഃപൂർവമായിട്ട് പാപം ചെയ്ത് പിന്മാറിയാൽ, நாம் மனப்பூர்வமாக பாவம் செய்து பின்வாங்கி போனால் ഇനിയും ഇതിന് പകരം വെക്കാൻ വേറെ ഒരു ബലിയില്ല. இதற்கு பதிலாக இன்னொரு பலி இல்லை. കാരണം ഇത്ര വലിയ ഒരു ബലിയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത്. காரணம் இவ்வளவு பெரிய ஒரு பலியை கல்வாரி சிலுவையிலே கிறிஸ்து நிறைவேற்றினார். അത് നമ്മൾ മനഃപൂർവമായിട്ട് പാപം ചെയ്താൽ, அது நாம் வேண்டுமென்று மனப்பூர்வமாக பாவம் செய்தால் ഇനിയും വേറെ ഒരു യാഗം നമുക്ക് വേണ്ടി ചെയ്യാനില്ല. இனி இன்னொரு பலியை நமக்காக செய்ய முடியாது. ഇനി അടുത്ത പിന്മാറ്റം പറയുന്നത് 10-ാം അധ്യായം തന്നെ നമ്മൾ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന 38-39 വാക്യം. 38-39 வசனங்கள். விசுவாசத்தினாலே நீதிமான் பிழைப்பான், பின்வாங்கி போவானானால் அவன் மேல் என் ஆத்துமா பிரியமா இராது என்கிறார். நாமோ கெட்டு போக பின்வாங்குகிறவர்களா இராமல் ആത്മ ഈടേറ വിശ്വാസികളാ ഇരിக்கிறோம். അവിടെ പറയുകയാണ്, നമ്മൾ പിന്മാറിപ്പോയാൽ നമ്മൾ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലേക്കല്ല ആകേണ്ടത് എന്ന് പറയുകയാണ്. ന്യായത്തീർപ്പുക്ക് ഏതുവാக പിന്മാറുகிறവരുടെ കൂട്ടത്തിലെ നാമും അകപ്പെട്ടു വിടുவோம் എന്നങ്ങേ ചൊല്ലുகிறார். പിന്നെ മറിച്ച് എന്താ ചെയ്യേണ്ടത്? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകണം. മറുപടിയും നാം വിശ്വാസിത്ത് ജീവരക്ഷണ്യം പെറുகிற அந்த കൂട്ടത്തിലെ നാം வந்து விட வேண்டும். അപ്പോൾ പിന്മാറിയാലുള്ള മുന്നറിയിപ്പുകളാണ് അവിടെ ലേഖനകർത്താവ് തുടർമാനമായിട്ട് ആ വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ പിന്മാറ്റത്തിற்கான വിளைவுகளைத்தான் எபிரேய நிருபக்காரன் அங்கே சொல்லுகிறான். ഇത് പറഞ്ഞിട്ട് താൻ പറയുകയാ, ഇവകളെ ചൊല്ലിവിട്ട് അവൻ ചൊല്ലുகிறார், ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരണം. നിത്യജീവനെ പെറ്റുകൊള്ളുടെ കൂട്ടത്തിലെ നാം வந்து விட வேண்டும். ആ ജീവൻ, നിത്യജീവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. அந்த நித்திய ஜீவனை நமக்காக கர்த்தராக இயேசு கிறிஸ்து ஆயத்தப்படுத்தி இருக்கிறார். 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് സ്വർഗ്ഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി യേശു ഇറങ്ങി വന്നു. 2000 ஆண்டுகளுக்கு முன்பதாக பரலோகத்தின் சகல மேன்மைகளையும் விட்டுவிட்டு பூமியிலே ஒரு மனுஷனாக அவர் இறங்கி வந்தார். 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ചിട്ട് 33.5 ആണ്ടുകൾ இந்த உலகத்திலே வாழ்ந்துவிட்டு താൻ ക്രൂശിൽ നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. സിലുവയിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് സിലുവയിലെ അവർ ഏറിനാർ. ഞാൻ മരിക്കേണ്ടിയിടത്ത് എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. நான் மரிக்க வேண்டிய இடத்திலே எனக்காக என் இயேசு மரித்தார். നിങ്ങൾ മരിക്കേണ്ടിയിടത്ത് നിങ്ങളുടെ പാപം ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. நீங்கள் மரிக்க வேண்டிய ஸ்தானத்திலே இயேசு உங்கள் பாவங்களை சுமந்துകൊണ്ട് அவர் மரித்தார். അത് നിമിത്തം നമുക്ക് ജീവരക്ഷയ്ക്കുള്ള വഴി സ്വർഗ്ഗത്തിലെ ദൈവം അവിടുന്ന് ഒരുക്കി. அது நிமித்தமாக ஜீவனை நாம் நித்திய ஜீவனை பெற்றுக்கொள்வதற்கான வழியை அவர் திறந்தார். ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്ത പാപത്തിന്റെ ക്ഷമ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടെ ലോകത്തിലുള്ള നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം ഒരുക്കി. உலகத்தில் யாராலும் கொடுக்க கூடாத
പാപത്തിലിருந்து கிடைக்கிற மன்னிப்பை இயேசு சிலுவையிலே நமக்காக சம்பாதித்து வைத்தார். ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, இந்த இரவு இந்த செய்தியை கேட்கிற என்னுடைய அன்பானவர்களோடு சொல்கிறேன், എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്ക് ആൾക്കാരും ആ ജീവരക്ഷ പ്രാപിച്ചവരാണെന്ന് എനിക്കറിയാം. இங்க இருக்கிறதிலே அதிகபட்சமான பேர்கள் அந்த நித்திய ஜீவனை பெற்றுக் கொண்டவர்கள் என்பது எனக்கு தெரியும். എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഇതുവരെയും ആ ജീവരക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എവിടുന്നെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ஆனால் இந்த நித்திய ஜீவனை பெற்றுக்கொள்ளாத அதற்குள்ளே வராத யாராவது இந்த ஒலிபெருக்கின் எல்லைக்குள் இருந்தால், ഇന്ന് രാത്രി നിങ്ങളുടെ പാപം ചുമന്നുകൊണ്ടാണ് യേശു ക്രൂശിൽ കയറിയത്. இந்த இரவு உங்களுடைய பாவங்களை சுமந்து கொண்டுதான் இயேசு சிலுவையிலே தொங்கினார். പാപത്തിൽ ജനിച്ച നിങ്ങൾ, பாவத்தில் பிறந்த நீங்கள், പാപത്തിൽ ജീവിക്കുന്ന നിങ്ങൾ, பாவத்தில் வாழ்கிற நீங்கள், പാപത്തിൽ മരിക്കേണ്ടിയ ഒരു ആവശ്യവുമില്ല. പാപത്തിலேயே മരിച്ചുവിട வேண்டும் എன்கிற தேவையில்லை. ഇന്ന് രാത്രി നിങ്ങൾക്ക് പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച നിത്യജീവനിൽ ജീവിക്കുവാനുള്ള വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. இந்த இரவு நீங்கள் பாவத்திலிருந்து விடுதலையாக்கப்பட்டு நித்திய ஜீவனுக்குள்ளே வாழ வேண்டிய ஒரு வாசலை ஆண்டவர் திறந்திருக்கிறார். ഇവിടെ ഇന്ന് രാത്രി കേട്ടതായ ഈ സ്വർഗത്തിലെ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ പ്രാപിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. இன்றைக்கு இரவு நாம் கேள்விப்பட்டதான பரலோகத்தில் இருக்கிற அந்த மேன்மையான அனுபவங்களை பெற்றுக்கொள்வதற்கான வாசலை தேவன் இன்றைக்கு நமக்கு திறந்து வைத்திருக்கிறார். ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, ഇത് അന്നത്തെ വിശ്വാസികൾ ഇപ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നവരാണല്ലോ, എന്നിട്ട് ഇതുവരെയും വന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. அந்த முதல் நூற்றாண்டு விசுவாசிகளே கர்த்தருடைய வருகைக்காக காத்திருந்தார்கள் அல்லவா, அவருடைய காலத்தில் வரவில்லை, இவ்வளவு காலம் வரவில்லையே என்று ஒருவேளை நீங்கள் நினைக்கலாம். എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ஆனால் இந்த இரவு நான் இப்படி சொல்லுகிறேன், കർത്താവിന്റെ വരവിന് മുൻപ് നടക്കേണ്ടതായിട്ട് പറയപ്പെട്ട പല പ്രവചനങ്ങളും അന്ന് സംഭവിച്ചിട്ടില്ല, നിവൃത്തിയായിട്ടില്ല. ஆண்டவராக இயேசு கிறிஸ்து இரண்டாம் வருகைக்கு முன்பதாக நடக்க வேண்டும் என்று சொல்லப்பட்டிருக்கிற தீர்க்க தரிசனங்கள் அன்றைக்கு நிறைவேறவில்லை. എന്നാൽ ഈ 2026 മെയ് മാസത്തിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ യേശു ക്രിസ്തു വരേണ്ടതിന് മുൻപ് നടക്കേണ്ട എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായി കഴിഞ്ഞു. இந்த 2026 மே மாதம் இன்றைக்கு நாம் இப்பொழுது நிற்கும் போதோ நம்முடைய கண்களுக்கு முன்பதாக அவருடைய வருகைக்கு முன்பதாக நிறைவேற வேண்டும் என்று சொல்லப்பட்ட தீர்க்க தரிசனங்கள் எல்லாம் நிறைவேறிக் கொண்டு வருகிறது. അതിനകത്ത് നിറവേറാൻ ഒരേ ഒരു കാര്യമേ ബാക്കിയുള്ളൂ. இனி இதற்குள்ளாக நிறைவேற வேண்டும் என்று சொல்லுகிற ஒரே ஒரு காரியம் தான் மீதி இருக்கிறது. അത് എന്റെ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവ് മാത്രമാണ്. அது என் இயேசு கிறிஸ்துவுடைய மத்தியாகாயத்திலே வருகிற அந்த வரவு. എന്നാൽ ആ വരവിങ്കൽ എനിക്കും നിങ്ങൾക്കും ഒരവസരം ഇന്ന് രാത്രി സ്വർഗം ഒരുക്കുകയാണ്. அந்த வரவிலே நாம் காணப்பட வேண்டுமானால் நமக்கு ஒரு தருணத்தை இந்த இரவு ஆண்டவர் தருகிறார். ഞങ്ങളെ കൂട്ടുള്ളവരൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, எங்களை போன்றவர்கள் பல நேரங்களிலும் சொல்லுகிற ஒரு காரியമുണ്ട്, എന്റെ ഇന്നത്തെ പ്രസംഗം ശരിയായില്ലെങ്കിൽ നാളെ ചിലപ്പോൾ എനിക്ക് വേറെ ഒരു വേദിയിൽ കുറച്ചുകൂടെ നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റിയേക്കും. ஒருவேளை இந்த இரவு என்னுடைய பிரசங்கம் சரியாக வரவில்லை என்றால் நாளைக்கு இதைவிட நன்றாக பிரசங்கிக்கிற இன்னொரு மேடை எனக்கு கிடைக்கும். ഇന്ന് ഇവിടെ ഒരു പാടിയ പാട്ട് ശരിയായില്ലെങ്കിൽ നാളെ ഒരു വേദിയിൽ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പാടാൻ പറ്റിയേക്കും. இன்றைக்கு இந்த மேடையிலே அவர்கள் சரியாக பாடவில்லை என்றால் நாளைக்கு வேற நல்ல இடத்திலே பாடுவதற்கான இடம் கிடைக்கும். ഇന്ന് നമ്മുടെ ഭാര്യ സമയൽ ചെയ്ത ആഹാരം നല്ലതായില്ലെങ്കിൽ നാളെ വേറെ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റിയേക്കും. நம்முடைய மனைவி இன்றைக்கு செய்த சமையல் சரியில்லாவிட்டால் நாளைக்கு இதைவிட நன்றாக செய்யக்கூடிய ஒரு தருணம் கிடைக்கும். എന്നാൽ ഒരിക്കലും ഒരു അവസരം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ഒരു അവസരം നമുക്കില്ല. ஆனால் இயேசு கிறிஸ்துடைய வருகையிலே நாம் அவரோடு கூட போகவில்லை என்று சொல்ல முடியாது என்றால் அதற்கு பின்பு அப்படி ஒரு தருணம் ஒருபோது நமக்கு கிடைக்காது. ലോകത്തിൽ ബാക്കിയുള്ളതിനെല്ലാം പിന്നീട് ഒരു അവസരം കിട്ടിയേക്കാം. உலகத்தில் மற்ற எல்லாவற்றுக்கும் இன்னொரு தருணம் கிடைக்கலாம். എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ പോയില്ലെങ്കിൽ പിന്നീട് ഒരു അവസരമില്ല. ஆனால் கர்த்தருடைய வருகையிலே நாம் போகவில்லை என்றால் இன்னொரு தருணம் நமக்கு கிடைக்காது. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? இந்த செய்தியை கேட்கிற நீங்கள் அந்த வருகைக்கு ஆயத்தப்பட்டிருக்கிறீர்களா? വരുവാനുള്ളവൻ വേഗത്തിൽ വരുവാൻ പോകുകയാണ്. வரக்கூடியவர் இன்னும் சீக்கிரமாய் அவர் வரப்போகிறார். ആ വരവിന്റെ അവസാന സെക്കൻഡുകളിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അവരുടെ வருகையின் கடைசி நிமிடங்களிலே நாம் நின்று கொண்டிருக்கிறோம். ഇന്നത്തെ ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞിട്ട്, இன்றைக்கு இந்த பிரசங்கம் முடிந்த பின்பு ഞാൻ എന്റെ വീട്ടിൽ പത്തനംതിട്ടയ്ക്ക് അപ്പുറമുള്ള റാന്നിയിൽ ചെന്നെത്തുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. நான் என்னுடைய சொந்த இடமாகிய ராணிக்கு போய் சேர்வேனா என்ற உறுதி எனக்கு இல்லை. അതിനുള്ളിൽ കർത്താവ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. அதற்குள்ளே கர்த்தர் அவர் வரக்கூடிய எல்லா சாத்தியக்கூறுகளும் உண்டு.
അത്ര വാതിൽക്കലാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും നിൽക്കുന്നത്. அவ்வண்ணமாகவே வாசற்படியிலே அவர் வந்து நிற்கிறார். നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അവസരം ഒരുക്കുകയാ. நீங்கள் அதற்காக ஆயத்தப்பட்டிருக்கவில்லை என்று சொன்னால் இன்று இரவு உங்களுக்காக ஒரு தருணத்தை அவர் தருகிறார். നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ஒரே ஒரு காரியம் நீங்கள் செய்தால் போதும். നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട്, நீங்கள் அமர்ந்திருக்கிற இடங்களிலே നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. உங்கள் கண்களை அடைத்துக் கொண்டு நீங்கள் ஒன்று ஜெபியுங்கள். കർത്താവേ, എന്റെ പാപത്തിനു വേണ്ടിയാണല്ലോ അങ്ങ് ക്രൂശിൽ മരിച്ചത്. ஆண்டவரே, என்னுடைய பாவத்திற்காக அல்லவா நீர் சிலுவையிலே ஜீவனை விட்டீர். ഞാൻ ഒരു പാപിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. நான் ஒரு பாவி என்பதை ஒத்துக்கொள்கிறேன். എന്റെ പാപം ക്ഷമിക്കണമേ. என் பாவத்தை மன்னிக்க வேண்டும். അങ്ങയുടെ രക്തത്താൽ എന്റെ പാപത്തെ കഴുകണമേ. உம்முடைய இரத்தத்தால் என் பாவத்தை கழுவ வேண்டும். എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണമേ. என்னை உம்முடைய மகனாக மகளாக மாற்ற வேண்டும். അങ്ങ് എന്റെ കർത്താവെന്ന് ഞാൻ എന്റെ വായ് കൊണ്ട് ഏറ്റു പറയുന്നു. நீர் என்னுடைய ஆண்டவர் என்று என்னுடைய வாயினாலே அறிக்கை செய்கிறேன். അതുകൊണ്ട് എന്നെ അംഗീകരിക്കണമേ. ஆகவே என்னை அங்கீகரித்தருளும். അങ്ങയുടെ പൈതലാക്കി എന്നെ തീർക്കണമേ. உம்முடைய பிள்ளையாக என்னை மாற்றும். ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, இப்படி ஒரு ஜெபம் நீங்கள் பண்ணினால் നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. உங்களுடைய பாவங்கள் எல்லாம் மன்னிக்கப்படும். നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ എഴുതപ്പെടും. உங்களுடைய பெயர் ஜீவ புத்தகத்தில் எழுதப்படும். ലക്ഷങ്ങൾ ചെലവാക്കി ഈ കൺവെൻഷൻ ഇവിടെ ഈ 8 ദിവസം നടത്തിയപ്പോൾ, பல லட்சம் ரூபாய் செலவு பண்ணி 8 நாட்கள் இந்த கன்வென்ஷன் இங்கே நடந்தபோது ഇതിനകത്ത് നിങ്ങളിൽ ഒരാള് സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി ഈ കൺവെൻഷൻ നിമിത്തം നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ, இந்த கன்வென்ஷன் நிமித்தமாக ஒரு நபர் ரட்சிக்கப்பட்டால், ഈ ചെലവാക്കിയ ലക്ഷങ്ങളെക്കാളൊക്കെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ആ രക്ഷയും നിങ്ങളുടെ ആത്മാവും. செலவழிக்கப்பட்ட லட்சக்கணக்கான ரூபாயை விட அதிகமான விலை மதிப்புடையதான் உங்களுடைய ரட்சிப்பு. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ വില വലുതാണ്. ஆகவே உங்களுடைய ஆத்மாவின் விலை மிகப்பெரியது. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ. அதை நீங்கள் நஷ்டப்படுத்த கூடாது. നിത്യരാജ്യം നിങ്ങൾക്കുള്ളതാണ്. பரலோக ராஜ்யம் உங்களுடையது. യേശു വരുവാൻ പോകുന്നു. இயேசு வரப்போகிறார். യേശു വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നാം കേട്ടത്. இயேசு வருவதற்கான நாம் எப்படி ஆயத்தப்பட வேண்டும் என்பதை குறித்து தான் நாம் കേട്ടുകൊണ്ടിരുന്നോം. ആ ഉത്സാഹം നമ്മുടെ യേശുവിന്റെ വരവിന് വേണ്ടിയുള്ള ആ ഉത്സാഹം നമ്മുടെ അകത്തുണ്ടാകാൻ, യേശുവിൻ വരുകയെ കുറിച്ചതാണ് ഉത്സാഹവും ആർവവും നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകുമ്പടി നിങ്ങളുടെ പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. ഉങ്ങളുടെ ആദികാലങ്ങളെ പൂർവ്വകാലങ്ങളെ നിனைத்துக் കൊള്ളുங்கள். ആദ്യ സമയങ്ങളിൽ കർത്താവിനോടുണ്ടായിരുന്ന ആ തീക്ഷ്ണത, ആ സമർപ്പണം, ആ ഒരു ബന്ധത്തിലേക്കൊന്ന് മടങ്ങി വരിക. ആദ്യ നാட்களில் നമ്മുടെ ഉള്ളത്തിൽ ഇരുന്നതാണ് அந்த வைராக்கியம், தேவனை பற்றிയുള്ള അൻപ് മറുപടിയും നമ്മുടെ ഹൃദയത്തിലെ വരട്ടും. സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞ് നിങ്ങളുടെ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുക. ഭൂമിയിലെ പരലോകത്തിലെ നമുക്ക് വിശേഷിத்த ഒരു പൊക്കിഷമുണ്ട് என்பதை അറിந்து ഭൂമിയിലെ അവർക്കാக ചില കാര്യങ്ങളെ നഷ്ടം എന്ന് എണ്ണുவோமாக. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. ഏരാളം പ്രതിഫലനെ കൊടുക്കக்கூடிய ഉങ്ങളുടെ മികുந்த പലനുக்கு ഏതുവാன ധൈര്യത്തെ വിട്ടു വിടാതിരുங்கள். ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, നേറ്റേക്ക് ഞാൻ சொன்னதுപോലെ, ഒരു പക്ഷെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള നമ്മൾ വിശ്വാസത്തിന് വേണ്ടി വലിയ വില കൊടുക്കുന്നവരായിട്ട് തീർന്നിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വിശ്വാസികളാകിയ നാം നമ്മുടെ വിശ്വാസത്തിற்காக അധിക വിലയെ കൊടുക്കവിல்லை. എന്നാൽ നാളെ ഇതിങ്ങനെ ആയിരിക്കുമോ എന്നറിയത്തില്ല. എന്നാൽ വരുகிற കാലങ്ങളിൽ இப்படி இருக்குமா என்று നമുക്ക് தெரியாது. എന്നാൽ ഒരു ദിവസം വാളിന്റെ മുൻപിൽ നിൽക്കേണ്ടി വന്നാലും, ஆனால் ഒരു നാൾ പട്ടയത്തിற்கு മുൻപാக നിൽക്ക വേണ്ടിയത് വന്നാലും, നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. മഹാബലനുക്ക് ഏതുവാன ഉங்களுடைய ധൈര്യത്തെ നിങ്ങൾ വിട്ടുവിടக் കൂടാതെ. ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് പറയുവാനുള്ള ധൈര്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. ജീവനെ കൊടുക്ക വേണ്ടിയത് വന്നാലും എൻ ആണ്ടവർക്കാக എൻ ജീവനെ കൊടുപ്പേൻ എന്ന് சொல்லுகிற ധൈര്യം உங்களுக்கு ഉണ്ടായിരിക്ക வேண்டும். അതിനൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. നമുക്കൊരു പ്രതിഫലം പരലോകത്തിലുണ്ട്. വാഗ്ദത്തം പ്രാപിക്കുവാൻ, നിത്യരാജ്യത്തിന്റെ യേശു വരുമ്പോഴും അവിടെ ചെല്ലുമ്പോഴുള്ള വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. உங்களுக்கு அந்த வாக்குத்தத்த பரலோகத்திற்கு நாம் போவோம் செல்வோம் என்று சொல்லி அதற்கான வாக்குத்தத்தத்தை பெற்றுக்கொள்வதற்கு உங்களுக்கு பொறுமை அவசியமா இருக்கிறது. ഇതെല്ലാം സഹിച്ചിട്ട് പറയുകയാ, ഇവയെല്ലാവற்றையும் സഹിத்து விட்டு சொல்கிறார், വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കണം. വിശ്വാസത്തിനാലെ നീതിമാൻ പിഴയ്പ്പാൻ. പിന്മാറിപ്പോയാൽ ദൈവത്തിന് നിങ്ങളിൽ പ്രസാദമുണ്ടാകില്ല. പിൻവാങ്ങി പോവാനാനാൽ അവൻ മേലെ ആത്മാ പ്രിയമായിരാது. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കാമോ? இந்த இரவு ஒரு தீர்மானம் எடுப்போமா? കർത്താവേ, ഞാൻ എന്തു വന്നാലും പിന്മാറത്തില്ല. കർത്താവേ, ഞാൻ എന്നെ വന്നാലും പിന്മാറ മാട്ടേൻ. യേശുവിന്റെ പിൻപേ പോകാൻ ഞാൻ തീരുമാനിച്ചുറച്ചിരിക്കുന്നു. യേശുവുക്ക് പിന്നെ പോകുമ്പടി ഞാൻ തീരുമാനം എടുത്തിരിக்கிறேன். നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്,
കേട്ടിട്ടുള്ള ഒരു വലിയ പ്രസിദ്ധമായ ഒരു പാട്ടിന്റെ പശ്ചാത്തലം ഞാനൊന്ന് പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുകയാണ്. നമ്മളെല്ലാവർക്കും നന്നായി தெரிந்திருக்கிற ഒരു പഴയ പാടലിൻ പിന്നണിയെ ഉങ്ങളോട് പകർന്നുകൊണ്ട് ഞാൻ നിർത്ത വിരുമ്പുகிறேன். ആ പാട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുന്നത്, I have decided to follow Jesus, no turning back, no turning back. ആംഗലത്തിലെ ഉള്ള அந்த പാടൽ യേശുவுக்கு பின்னே போக துணிந்தேன், பின்னோக்கே நான். അത് എഴുതിയത് ഭാരതത്തിലുള്ള ഒരു വ്യക്തി, ആസാമിലുള്ള ഒരു ഗോത്രവർഗക്കാരൻ എഴുതിയ പാട്ടിന്റെ വരികളാ അത്. அந்த நாட்களிலே அசாம் மாநிலத்திலே இருந்த ஒரு பழங்குடியின மக்களுடைய ஒரு மனிதன் எழுதின ஒரு பாடல். ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും വിശ്വാസത്തിൽ വന്നു. அவனுடைய அந்த மனுஷனும் அவருடைய மனைவியும் 2 பிள்ளைகளும் இந்த விசுவாசத்திற்குள்ளே வந்தார்கள். അവിടെ മിഷണറിമാരുടെ പ്രവർത്തനം നിമിത്തമാണ് ഇവർ വിശ്വാസത്തിൽ വന്നത്. அந்த நாட்களிலே மிஷனரிகளுடைய கடினமான வேலையின் விளைவாக அந்த ஒரு குடும்பம் கிறிஸ்துவுக்குள்ளே வந்தது. ആ ഗ്രാമത്തിലുള്ളവരെല്ലാം ഇത് അറിഞ്ഞു. அந்த கிராமத்தில் பழங்குடியின கிராமத்தில் உள்ளவர்கள் எல்லாரும் இதை அறிந்தார்கள். അവർ ഗ്രാമത്തലവന്റെ അടുക്കൽ, ഗോത്രത്തലവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. அந்த பழங்குடியின தலைவனிடத்திலே போய் அதை சொன்னார்கள். അവര് ഗ്രാമവാസികൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് ഇവരെ അതിന്റെ നടുവിൽ വിളിച്ചു വരുത്തി. அந்த கிராமத்தார் அனைவரும் அங்கு கூடி வந்து அந்த புருஷனையும் மனைவி 2 பிள்ளைகளும் ஒரு நடுவிலே கொண்டு நிறுத்தினார்கள். എന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, நிறுத்திவிட்டு இந்த மனுஷனை பார்த்து கேட்டார்கள், നീ യേശുവിനെ തള്ളിപ്പറയാൻ ഞങ്ങൾ നിനക്കൊരു അവസരം തരികയാ. நீ இயேசு கிறிஸ்துவையும் அந்த விசுவாசத்தை மறுதலிக்க உனக்கு ஒரு தருணம் தருகிறோம். നീ ഇപ്പോൾ തള്ളിപ്പറഞ്ഞാൽ നിനക്കും നിന്റെ കുടുംബത്തിനും സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. நீ இப்பொழுது மறுதலித்தாயானால் உனக்கும் உன் குடும்பத்திற்கும் சுகமாய் இப்பொழுது வாழலாம். പക്ഷേ ആ മനുഷ്യൻ അത് കേട്ടിട്ട് പറഞ്ഞു, ஆனால் அந்த மனிதன் அதை கேட்டுவிட்டு சொன்னான், ഇല്ല, ഞാൻ എന്തു വന്നാലും യേശുവിനെ തള്ളിപ്പറയത്തില്ല. இல்லை, என்ன நடந்தாலும் என் இயேசுவை நான் மறுதலிக்க மாட்டேன். അവരെന്ത് ചെയ്തെന്നറിയാമോ? அவள் என்ன செய்தால் தெரியுமா? ആ അപ്പന്റെയും അമ്മയുടെയും മുൻപിൽ വെച്ച് ആ 2 കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് അൻപെയ്ത് അവരെ 2 പേരെയും കൊന്നുകളഞ്ഞു. அந்த 2 குழந்தைகளையும் தாயும் தகப்பனையும் பிரித்து அங்கே கொஞ்சம் தள்ளி விட்டு அம்பெடுத்து விஷ அம்புகளினாலே எய்த அந்த 2 குழந்தைகளையும் கொன்றார்கள். അവരുടെ കൺമുൻപിൽ വെച്ച് ആ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. பெற்றோருடைய கண்களுக்கு முன்பாக வைத்தே அந்த பிள்ளைகளை கொன்றார்கள். ഗ്രാമത്തലവൻ എന്നിട്ട് പിന്നെയും പറഞ്ഞു, அந்த கிராம தலைவன் மறுபடியும் சொன்னான், നീ യേശുവിനെ തള്ളിപ്പറയാൻ നിനക്കൊരവസരം കൂടെ തരികയാ, നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ തള്ളിപ്പറയാം. இந்த மனிதனை பார்த்து சொன்னான், குழந்தைகள் மரித்து விட்டார்கள், இப்பொழுது நீ பிழைக்க வேண்டுமானால் இயேசுவை மறுதலிக்க ஒரு தருணம் கொடுக்கிறேன். ആ മനുഷ്യൻ പറഞ്ഞു, அந்த மனிதன் சொன்னான், ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയത്തില്ല. யாரும் என்னோடு கூட எனக்கு உதவிக்கு இல்லாவிட்டாலும் என் இயேசுவை நான் மறுதலிக்க மாட்டேன். ഉലകം മുഴുവനും എന്റെ പുറകിലും ക്രൂശ് മാത്രമാണ് എന്റെ മുൻപിലുള്ളത്. உலகம் முழுவதும் என் பின்னாலே இருந்தாலும் சிலுவை மட்டுமே எனக்கு முன்பதாக இருக்கிறது. ആ ഗ്രാമത്തലവൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇങ്ങോട്ട് മാറ്റി നിർത്തി. அந்த ஆதிவாசி தலைவன் அந்த மனைவியை தனியாக பிரித்து அங்கே விட்டான். ഒരു വിഷയമ്പെടുത്ത് അവൾക്ക് നേരെ എയ്തു. അവൾ അവിടെ മരിച്ചു വീണു. அங்கே அவளை நிறுத்தி ஒரு விஷ அம்பை எடுத்து அவள் மேலே எய்தான். அவள் அந்த இடத்திலே சுருண்டு விழுந்து மரித்தாள். അവളുടെ കണ്ണിന്റെ മുൻപിൽ 2 മക്കളും ഭാര്യയും അവിടെ മരിച്ചു കിടക്കുകയാണ്. இந்த மனிதனுடைய கண்களுக்கு முன்பதாக மனைவியும் 2 குழந்தைகளும் மரித்து கிடக்கிறார்கள். ആ ഗ്രാമത്തലവൻ വീണ്ടും അയാളോട് പറഞ്ഞു, அந்த ஆதிவாசி தலைவன் மறுபடியும் அவனோடு பார்த்து சொன்னான், നിനക്ക് ഞാൻ ഒരു അവസരം കൂടെ തരികയാ, നീ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്കെങ്കിലും ജീവനോടെ രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. நீ இயேசுவை மறுதலித்தால் இப்பொழுது நீயாவது வாழும்படி உனக்கு நான் ஒரு தருணம் தருகிறேன். ആ മനുഷ്യൻ പറഞ്ഞു, அவன் சொன்னான், I have decided to follow Jesus, no turning back, no turning back. நான் இயேசுவின் பின்னே போக துணிந்திருக்கிறேன், പിന്നോക്കവേ മാട്ടേൻ. അടുത്ത അമ്പ് അയാളുടെ നേരെ പതിഞ്ഞു. അയാളും അവിടെ മരിച്ചു വീണു. അടുത്ത വിഷ അമ്പ് അവനുക്ക് നേരെ പായ്ந்தது, അവനും സുരുണ്ട് വിழுந்து മരിത്താൻ. അങ്ങനെ 4 ശവശരീരങ്ങൾ അവിടെ കിടക്കുന്നു. இப்படி 4 പിണങ്ങൾ അங்கே കിടക്കുന്നത്. പക്ഷേ ആ കഥ അവിടം കൊണ്ട് അവസാനിച്ചില്ല. ஆனால் அந்த சரித்திரம் அங்கே நிற்கவில்லை. അത് കഴിഞ്ഞ ആ ഗ്രാമത്തലവന് ഒരു സ്വസ്ഥതയുമില്ല. அது முடிந்த பிறகு அந்த ஆதிவாசி தலைவனுக்கு மனதுக்குள்ளே சமாதானம் இல்லை. അന്ന് രാത്രി അദ്ദേഹം ചിന്തിച്ചു. அந்த இரவு அவன் சிந்தனை செய்ய ஆரம்பித்தான். ഈ മനുഷ്യനും കുടുംബവും മരണത്തിന്റെ മുൻപിലും യേശുവിനെ തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ പുറകിൽ എന്തോ വലിയ സത്യമുണ്ട്. മരണമേ നേരിട്ടാലും செத்து போனாலும் இந்த இயேசுவை மறுதலிக்க மாட்டேன் என்று இந்த மனிதன் சொல்வானானால்
இதற்கு பின்னே ஏதோ ஒரு விஷயம் இருக்கிறது. അദ്ദേഹം ഇത് അന്വേഷിക്കുവാൻ തുടങ്ങി. அவன் இதை குறித்து விசாரிக்க ஆரம்பித்தான். ഇവർ അറിഞ്ഞ യേശുവിനെ ആ ഗ്രാമത്തലവൻ അറിഞ്ഞു. இவர்கள் அறிந்த இயேசுவை அந்த கிராம தலைவனுக்கும் சொல்லப்பட்டது. അദ്ദേഹം യേശുവിനെ കൈക്കൊണ്ടു. பின்னாளிலே அவன் இயேசுவை ஏற்றுக்கொண்டான். ആ ഗ്രാമം മുഴുവനും ഇദ്ദേഹം യേശുവിനെ കൈക്കൊണ്ടപ്പോൾ ആ ഗ്രാമം മുഴുവനും യേശുവിനെ കൈക്കൊണ്ടു. அந்த ஆதிவாசி கிராமம் முழுவதுமாக இயேசுவை அந்த நாட்களிலே ஏற்றுக்கொண்டது. ജീവൻ കൊടുക്കുവാൻ തയ്യാറായ ഒരു കുടുംബം, ജീവனை അർപ്പണിക്ക ആയത്തமான ഒരു കുടുംബം, മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാഞ്ഞ ഒരു കുടുംബം, മഹാബലനുക്ക് ഏതുവാന அந்த ധൈര്യത്തിലെ നിன்ற ഒരു കുടുംബം. അവർ കാരണം ആ ഗ്രാമം മുഴുവനും യേശുവിനെ അറിഞ്ഞു. അവர்கள் മരിച്ചതിൻ ബലനാக அந்த கிராமம் മുഴുവനും യേശുവെ ഏറ്റുകൊണ്ടത്. വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ തള്ളിക്കളയാത്ത നിങ്ങളുടെ ധൈര്യം കണ്ടിട്ട് മറ്റാരെങ്കിലും ഒക്കെ കർത്താവിനെ അറിയുവാൻ വരും ദിവസങ്ങളിൽ ഇടയാകട്ടെ. எந்த கஷ்டங்களிலும் விசுவாசத்தை மறுதலியாமல் தைரியமாய் நாம் நிற்பதை பார்த்து உலகம் கிறிஸ்துவை காணட்டும். കണ്ണുകളെ അടയ്ക്കാം, കർത്താവിന്റെ സന്നിധിയിൽ പുസ്തകങ്ങളും അടയ്ക്കാം. നമ്മുടെ കണ്ണുകളെ മൂടി വേദ പുസ്തകങ്ങളെ മൂടി കർത്തരുടെ മുഖത്തെ നോക്കി പാർപ്പോமாக. കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവെ ഞാൻ എന്നെ തന്നെ ഒരുങ്ങുവാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയാം. ആണ്ടുடைய வரவுக்காக ஆண்டவரே நானும் ஆயத்தப்பட வேண்டும் என்று ஆண்டவரை பார்த்து சொல்லுவோம். കർത്താവെ ഇന്ന് കേട്ട വചനമനുസരിച്ച് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാം. ஆண்டவரே இன்று நான் கேட்ட வசனத்திற்கு கீழ்ப்படிவதற்கு என்னை ஒப்புக் கொடுக்கிறேன். വാഗ്ദത്തം പ്രാപിക്കുവാൻ ദൈവ ഇഷ്ടം ചെയ്യുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളെ பெற்றுக்கொள்ளவும் தேவனுடைய சித்தத்தை செய்யவும் கிருபை தர வேண்டும் என்று கேளுங்கள். വിശുദ്ധനായി ജീവിക്കുവാൻ, വിശുദ്ധയായി ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധവാനായി പരിശുദ്ധവാട്ടിയായി வாழ்வதற்கு கிருபை வேண்டும் என்று கேளுங்கள். അങ്ങനെ വിശുദ്ധരായി ദൈവ ഇഷ്ടം ചെയ്ത് നമുക്ക് ആ വാഗ്ദത്തം പ്രാപിക്കാം. அப்படி பரிசுத்தமுள்ள ஒரு வாழ்வு வாழ்ந்து அந்த தேவனுடைய வாக்குத்தத்தங்களை பெற்றுக்கொள்ளலாம். ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, எங்களை நேசிக்கிற எங்கள் பரமபிதாவே, അങ്ങയുടെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകി തന്ന സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. உம்முடைய ஒரே பேரான குமாரனாக இயேசு கிறிஸ்துவை எங்களுக்காய் கொடுத்த அன்பை நாங்கள் நினைக்கிறோம். കർത്താവേ, അതിൽ ആ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. அந்த இயேசு கிறிஸ்துவின் மரணத்தின் மூலமாக எங்களுக்கு நீர் கொடுத்த ரட்சிப்பிற்காக உங்களுக்கு நன்றி சொல்கிறோம். ആ രക്ഷയുടെ അനുഭവത്തിൽ വരാതെ നിത്യജീവൻ പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ, அந்த சிலுவையின் மூலம் அந்த ரட்சிப்பிலே அதிலே பங்கடையாத யாராவது இதை குறித்து கேள்விப்பட்டார்களா? ഇന്ന് രാത്രി അവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കണമേ. இந்த இரவு அவருடைய இருதயங்களை തുറന്നരുളുവീരാக. അവർ ഈ രക്ഷ അറിയട്ടെ. அவர்களும் இந்த ரட்சிப்பை அறியட்டும். അവർ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരട്ടെ. அவர்கள் பரலோக ராஜ்யத்திற்கு அவகாசிகளாய் மாறட்டும். യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരട്ടെ. இயேசு கிறிஸ்துவினுடைய திரும்ப வரவுக்கு அவர்கள் காத்திருக்கிறவர்களாய் மாறட்டும். ഞങ്ങളെ എല്ലാവരെയും ആ മടങ്ങി വരവിന് വേണ്ടി ഒരുക്കണമേ. எங்கள் எல்லாரையும் அந்த திரும்பி வரவிற்காக ஆயத்தப்படுத்தும். ഈ കൺവെൻഷൻ ഇവിടെ കഴിയുമ്പോൾ, இந்த கன்வென்ஷன் இங்கே முடியும் போது ഞങ്ങളുടെ കർത്താവ് എത്രയും വേഗത്തിൽ വരുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഇവിടം വിട്ടു പോകുകയാ. எங்கள் ஆண்டவர் இயேசு மிகவும் சீக்கிரமாய் வரப்போகிறார் என்கிற எதிர்பார்ப்போடு இந்த இடத்தை விட்டு கடந்து போகிறோம். 27 ഇതുപോലെ ഒരു കൺവെൻഷൻ നടക്കുമോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. 27ஆம் ஆண்டு இதுபோல ஒரு கன்வென்ஷன் இங்கே நடக்குமா என்று எனக்கு தெரியாது. അതിനു മുൻപ് ഞങ്ങളുടെ കർത്താവ് വന്നാൽ, அதற்கு முன்பு எங்களுடைய ஆண்டவர் வந்தால், ഇവിടെ ഞങ്ങൾ എങ്ങനെ ഇന്ന് ഇവിടെ സന്തോഷിച്ചോ അതുപോലെ മധ്യാകാശത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാൻ ദൈവം കൃപ തരണമേ. இந்த இடத்திலே நாங்கள் எப்படி இப்பொழுது சந்தோஷப்படுகிறோமோ அதுபோல மத்திய ஆகாயத்தில் நாங்கள் மறுபடியும் சந்தோஷப்பட கிருபை தர வேண்டும். അതിനായി ഞങ്ങളുടെ ജീവിതം സൂക്ഷിക്കുവാൻ കൃപ തരണമേ. அதற்காக எங்கள் வாழ்வை பாதுகாத்துக் கொள்ள கிருபை தாரும். വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ കൃപ തരണമേ. பரிசுத்தம் நஷ்டமடையாமல் அதை பாதுகாத்துக் கொள்ள கிருபை தாரும். കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. கர்த்தருடைய கரங்களிலே நாங்கள் எங்களை ஒப்புக் கொடுக்கிறோம். കൃപാസനം സഭകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. கிருபாசனம் ஸ்தாபனத்தையும் சபைகளையும் கர்த்தருடைய கரங்களில் அர்ப்பணிக்கிறோம். അതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസനായി സ്തോത്രം. அதற்கு தலைமைத்துவம் கொடுக்கிறதான விலையேறப்பட்ட கர்த்தருடைய தாசனுக்காய் ஸ்தோத்திரம். കൂടെ അധ്വാനിക്കുന്ന എല്ലാ സഹഭൃത്യന്മാർക്കുമായി സ്തോത്രം. அங்கே இருக்கிற எல்லா உடன் ஊழியர்களுக்காய் ஸ்தோத்திரம். എല്ലാവരെയും ഓർത്ത് സ്തോത്രം. വിശ്വാസ ഗണത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. விசுவாச மக்களை நினைத்து நாங்களும் ஸ்தோத்திரிக்கிறோம். ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമാക്കിയതിനായി നന്ദി. இந்த കൺവെൻഷனை ஒரு ஆசீர்வாதமாக்கினதற்காய் ஸ்தோத்திரம். ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു, കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. நாங்கள் இப்பொழுது பிரிந்து போகிறோம், உம்முடைய கிருபையினாலே எங்களை மறைத்துக் கொள்ள வேண்டும். സ്വർഗരാജ്യത്തിൽ ചില നിക്ഷേപം സമ്പാദിക്കുവാൻ വരും ദിവസങ്ങളിൽ ഞങ്ങളൊക്കെ അധ്വാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. பரலோகத்திலே பொக்கிஷங்களை சேர்த்து வைப்பதற்கு இந்த பூமியிலே பிரயாசப்பட எங்களுக்கு கிருபை தாரும்.
അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. அதற்காக தேவனுடைய கரங்களில் எங்களை அர்ப்பணிக்கிறோம். ഞങ്ങളെല്ലാം മഹത്വവും കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. எல்லா மகிமையும் கர்த்தருக்கு மாத்திரம் நாங்கள் செலுத்துகிறோம். തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. நம்முடைய நாமம் மகிமைப்படுவதாக. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. இயேசு கிறிஸ்துவின் விலையேறப்பெற்ற நாமத்தில் ஜெபிக்கிறோம். ആമേൻ, ആമേൻ, ആമേൻ. ஆமென், ஆமென். കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. கர்த்தர் உங்களை எல்லாரையும் ஆசீர்வதிப்பாராக. ഒരിക്കൽ കൂടെ എന്നെ സഹായിച്ച് എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത എനിക്കിങ്ങനെ അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ஒரு முறை கூட எனக்கு வாய்ப்பளித்த எனக்கு உதவி செய்த எல்லா தேவனுடைய பிள்ளைகளுக்கும் என்னுடைய நன்றியை சொல்லுகிறேன். ஆம்.